111 വർഷമായിട്ട് $1 ബില്യൺ ടേൺ ഓവർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് കൊക്കോകോള എന്ന് പറയുന്നത്. അപ്പം ഇത് പെർസെപ്ഷൻ ആണോ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ടെസ്റ്റിലൂടെ, ഒരു കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓണം ആയാലും അല്ലെങ്കിൽ ക്രിസ്മസ് ആയാലും ഈവൻ പിന്നെ നമ്മുടെ 15th ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനം ആയാൽ പോലും അതിന് വരെ ഫ്രീഡം സെയിൽ എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അന്ന് രാത്രി ഒരു പ്രത്യേക സെയിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൈക്കോളജിക്കലായിട്ട് വലിയ ഇമ്പാക്റ്റ് നമുക്ക് കാണാം. കാരണം പിന്നെ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ് കാണിക്കുന്നത്. ഹൈദരാബാദിൽ 5 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പലരും അവർ ബിടെക് കഴിഞ്ഞവരാണ്. അവരിപ്പോൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ഒരു BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് എടുത്തവർ ചെയ്യുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിൽ എത്രത്തോളം എഡ്യൂക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വെറും അതൊരു സ്കൂളിംഗ് സർട്ടിഫിക്കേഷൻ എന്ന ഒരു രീതിയിലേക്ക് മാത്രമാണോ പോകുന്നത് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്കറിയാം, ഏകദേശം 6 വർഷം മുന്നേ പോയ ആൾ ഇപ്പോഴും ആളുടെ ലോണ് തീർക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് പേരിലുണ്ട്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ടെക്നോളജികൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പുതിയ മീഡിയകൾ എല്ലാം ദിനേന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫോംഡ് ചോയ്സ് എടുക്കാൻ നമ്മെ പല ഇല്യൂഷൻസ്, മിഥ്യാധാരണകൾ നമുക്കൊരു വിഘാതമായിട്ട് തീരുന്ന സാഹചര്യം കണ്ടുവരാറുണ്ട്. ഈ പുതിയ മാറിയ ലോകക്രമത്തിൽ സ്വന്തം ജീവന് മീനിങ് മേക്കിംഗ്, അതുപോലെ തന്നെ ഫുൾഫിൽമെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിസന്ധിയിലാവുന്നതും ധാരാളം മാനസികമായ പ്രശ്നങ്ങളിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുന്നതും നാം കണ്ടുവരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഈ ഇല്യൂഷൻസ്, അതായത് മിഥ്യാധാരണകളെ മറികടന്നുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ് ട്രാൻസെൻഡിങ് ഇല്യൂഷൻസ് എന്ന ഒരു ടോപ്പിക്കിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 3 തരം ഇല്യൂഷൻസാണ് നമ്മളിവിടെ ചർച്ചാ വിധേയമാക്കുന്നത്. അതിൽ ഒന്ന് മാർക്കറ്റ് എക്കോണമി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇല്യൂഷൻ, രണ്ടാമത്തേത് ഓട്ടോണമി, പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇല്യൂഷൻസ്, മൂന്നാമതായിട്ട് വിദ്യാഭ്യാസം, നോളജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചർച്ചയ്ക്ക് എടുക്കുന്നത് മാർക്കറ്റ് എക്കോണമി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇല്യൂഷൻസ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതെ, താങ്കൾ സൂചിപ്പിച്ച പോലെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയ കാലത്ത് ജീവിക്കുമ്പോൾ പ്രധാനമായിട്ടും പല സാഹചര്യങ്ങളെയും അതുപോലെ പല വെർച്വൽ റിയാലിറ്റികളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ, മാറിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കോവിഡാനന്തര കാലത്ത് നമ്മൾ എങ്ങനെ ഒരു ഇൻഫോംഡ് ഡെസിഷൻ എടുക്കണം, അതുപോലെ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സംഗതി ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പിന്നെ പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തീരുമാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒന്നുകൂടി പുനർവിചിന്തനം നടത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് ചെറിയൊരു സാധനം വാങ്ങുന്നത് തുടങ്ങി നമ്മൾ വലിയൊരു പിന്നെ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നതിലേക്ക് വരെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പിന്നെ എങ്ങനെ അത് ഡെസിഷൻ എടുക്കേണ്ടി വരുമെന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ പല ഘടകങ്ങളും നമ്മൾ അത് ചൂസ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റി ആലോചിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പല ഇല്യൂഷൻസും നമ്മെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പല സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കൺവെൻഷണൽ മാർക്കറ്റിങ്ങിന് പുറമെ നമ്മൾ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ ആലോചനകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ അടിമുടി മാറ്റാൻ കെൽപ്പുള്ള ചില മിഥ്യ ലോകം നമ്മെ വലയം ചെയ്തിരിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഏത് തീരുമാനം എടുക്കുമ്പോഴും അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവയെ ഓവർകം ചെയ്യേണ്ടത് എന്ന രൂപത്തിലുള്ള ഒരു ചർച്ച വളരെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിരിക്കും എന്ന് തോന്നുന്നു. ഈ ഒരു വിഷയത്തിൽ ഞാനൊരു കേസ് സ്റ്റഡി ഇപ്പോൾ അടുത്തറിയാൻ പറ്റിയൊരു കേസ് സ്റ്റഡി ആയിരുന്നു. 2000 ഏർലി സമയത്ത്
കൊക്കോകോളയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അതിപ്രസരം, അതായത് പിന്നെ ഈ കൊക്കോകോള എന്നുള്ളത് പ്രത്യേകമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസും, പെപ്സിയെ അതേസമയം അത്രത്തോളം ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ വിളിച്ചിട്ട് അവർക്ക് 2 ഗ്ലാസ്സിൽ, ഒരു ഗ്ലാസ്സിൽ കൊക്കോകോളയും ഒരു ഗ്ലാസ്സിൽ പെപ്സിയും ഒഴിച്ചു കൊടുത്തു. എന്താണെന്നുള്ള അവർക്ക് അറിയുന്നില്ല. എന്നിട്ട് അവരോട് കുടിക്കാൻ പറയുന്നു, ചോദിക്കുന്നു എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ ഇതിന് എന്താണ് ഫീലിംഗ് കിട്ടുന്നത് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഫീലിംഗ് ഒന്നുമില്ല, കാരണം അവർക്ക് അറിയില്ല ഇത് കൊക്കോകോളയാണെന്നോ ഇത് പെപ്സി ആണോ എന്ന് കൃത്യമായിട്ട് അറിയാതെയാണ് അവർ കുടിക്കുന്നത്. പിന്നീട് കൊക്കോകോള വെച്ചുകൊണ്ട് തന്നെ അതുപോലെ പെപ്സി മറ്റൊരു ഗ്ലാസ്സിലും വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നു. അതിൻ്റെ ബ്രാൻഡ് ആ ഒരു ലോഗോ പുറത്ത് പിന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കൊക്കോകോളയാണെന്നുള്ളതും ഇത് പെപ്സി ആണെന്നുള്ളതും. അവർ കുടിക്കുന്നു. ഈ കുടിക്കുന്ന സമയത്ത് നേരത്തെ ഒരു കാര്യം വിട്ടുപോയത്, അവരോട് ചോദിക്കുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് FMRIയോ അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ ഡോപ്പമൈൻ ഹാപ്പിനെസ്സിനെ കണ്ടെത്താൻ പറ്റുന്നത്. ആ ടെസ്റ്റ് എടുക്കുന്നുണ്ട്. ആ ടെസ്റ്റിൻ്റെ സമയത്തും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത് ഇതേപോലെ തന്നെ ഈ ഒരു കൃത്യമായിട്ടുള്ള ബ്രാൻഡ് കൊടുക്കുന്നതോട് കൂടിയിട്ട് കൊക്കോകോള കുടിക്കുന്നു, അതുപോലെ തന്നെ പെപ്സിയും കുടിക്കുന്നുണ്ട്. കൊക്കോകോള കുടിച്ച ആൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നുന്നു. പിന്നെ അത് തീർച്ചയായിട്ടും അവരുടെ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ ഡോപ്പമൈൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഇമ്പാക്റ്റ് ഈവൻ ആ ഒരു ടെസ്റ്റിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൂന്നാമത് വീണ്ടും കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്സിയുടെ ബോട്ടിൽ കൊക്കോകോളയും അതുപോലെ തന്നെ കൊക്കോകോളയുടെ ബോട്ടിൽ പെപ്സിയുമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ കൊക്കോകോള, അതായത് പുറത്ത് കൊക്കോകോളയും പെപ്സി എന്നുള്ള ഡ്രിങ്കും കുടിക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ടുള്ള പിന്നെ അതായത് ഒരു പിന്നെ എന്താ പറയുക ഹാപ്പിനെസ് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് കാണാനും പറ്റുന്നു. 111 വർഷമായിട്ട് $1 ബില്യൺ ടേൺ ഓവർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് കൊക്കോകോള എന്ന് പറയുന്നത്. അപ്പം ഇത് പെർസെപ്ഷൻ ആണോ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ടെസ്റ്റിലൂടെ, ഒരു കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ശരിക്കും ആ പെപ്സി എന്നുള്ള ആ ഡ്രിങ്കിൻ്റെ ഒരു ഗുണം കൊണ്ടല്ല, ഈ ബ്രാൻഡാണ് എന്താക്കിയിട്ടുള്ളത് മനുഷ്യന്മാരെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ആ ഒരു ബ്രാൻഡിന് അത്രയും വലിയ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് വേറെ ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ ഈ ധാരണ ഇത്രയും ഒരു പെർസെപ്ഷന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത്രയും വർഷങ്ങളോളം വീണ്ടും അത് തുടരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജാണ്. അപ്പോൾ അത് മാറ്റുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് ഒരു ഇമ്പോസിബിൾ ടാസ്ക് പോലെയാണ്. പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫുകളെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതായിരിക്കും അതിൽ കൂടുതൽ നമുക്ക് ഡിസ്കഷനിൽ മുന്നോട്ട് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് ആണ്. നിങ്ങൾ പറഞ്ഞതിനെ കണക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ആൾക്കാരെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ യൂട്ടിലിറ്റി ഉണ്ട്. ആ യൂട്ടിലിറ്റിന്റെ പുറത്ത് അതൊരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റാറ്റസ് ആണ് വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ യൂട്ടിലിറ്റി നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത മൊബൈൽസ് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എല്ലാ ബ്രാൻഡിനും ഏകദേശം ഒരേ യൂട്ടിലിറ്റിയാണ്. മൊബൈൽ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഉണ്ട്. ആ സമയത്ത് പോലും ഇപ്പോൾ ഒരു മോട്ടോറോളയുടെ ഫോൺ വാങ്ങുന്ന ആൾ ഐഫോണിലേക്ക് ചൂസ് ചെയ്യാൻ മിക്കവാറും സ്പെക്സ് ഒക്കെ ഏകദേശം ഒന്നാണെങ്കിൽ പോലും സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ഞാൻ ബൈ ചെയ്യുന്നത്. ഈ സ്റ്റാറ്റസിന് വില ഇടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈവൻ നമ്മളെ ജീവിതത്തിലൂടെ അത്രയും സബ്റ്റിലായിട്ട് നിൽക്കുന്ന ഇമോഷൻസ്, ഇതിനൊക്കെ കമ്മോഡിഫൈ ചെയ്യുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ബൈയിങ് മെൻറ്റാലിറ്റി, ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയറിനൊക്കെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നമുക്ക് വേറൊരു തരത്തിലുള്ള പിന്നെ ഇനീക്വാലിറ്റി, സമൂഹത്തിൽ വേറെ തരത്തിലുള്ള, മുമ്പ് നാം കാസ്റ്റ് ആ ബേസിസിലുള്ള ഇനീക്വാലിറ്റി ആണെങ്കിൽ ഉണ്ടായിരുന്നത്, ഇന്ന് പിന്നെ പർച്ചേസിങ് പവർ, പർച്ചേസിങ് പാരിറ്റി എന്ന രീതിയിലുള്ള പുതിയ ഇനീക്വാളിറ്റീസ് ലോകത്ത് ഉണ്ടാവാൻ ഇത് സാഹചര്യം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഇതിനുണ്ട് എന്നാണ് പിന്നെ മനഃശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിസം, നിയോ ലിബറൽ ക്യാപിറ്റലിസം ഒക്കെ വന്നതിന് ശേഷം ഓഫ് കോഴ്സ് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ന്യൂമറിക്കൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പോവർട്ടി കുറേ ഇല്ലാതായിട്ടുണ്ട്, മാരകമായിട്ടുള്ള അസുഖങ്ങൾ മൂലമുള്ള മരണം കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൈക്കോളജിക്കലായിട്ട് വലിയ ഇമ്പാക്റ്റ് നമുക്ക് കാണാം. കാരണം പിന്നെ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ് കാണിക്കുന്നത്. കാരണം സൊസൈറ്റിയിൽ എനിക്ക് ഈ ഒരു സ്റ്റാറ്റസിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഉയരാൻ കഴിയുന്നില്ല, എൻ്റെ ഒപ്പമുള്ള ആൾക്ക് ഈ ഒരു സ്റ്റാറ്റസിലേക്ക് ഉയരാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് വേറൊരു രീതിയിലുള്ള ഇനീക്വാലിറ്റി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ പുതിയ രീതിയിൽ അതിനെ അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്.
ഇത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫ്രം ദി വെരി മൊമെന്റ് വി സീ ദാറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫ്രം ദി വെരി മൊമെന്റ് വി സ്റ്റാർട്ട് ബൈങ് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ഇൻഫോംഡ് ഡെസിഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ആലോചിക്കുന്നത് മറ്റുള്ളവർ ഇതിനെങ്ങനെ വീക്ഷിക്കും, അല്ലെങ്കിൽ നമുക്ക് അത് എത്രമാത്രം ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഒരു യൂട്ടിലിറ്റിയെ പറ്റി ചിന്തിക്കുന്നതിനപ്പുറം മറ്റുള്ളവർ ഇതിനെങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ഇത് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇത് ഈ ഒരു സാധനം എൻ്റെ അടുക്കലുണ്ടാവുന്നത് എങ്ങനെ കാണുന്നു, ഇതിൽ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ഒരു സംഗതി മാത്രം. ഫോർ എക്സാമ്പിൾ ഐഫോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്യാമറ ക്വാളിറ്റി നോക്കി മാത്രം ഐഫോൺ വാങ്ങുന്നവരുണ്ട്. പക്ഷെ അത് വാങ്ങുമ്പോൾ അത് ഒരു റിയലിസ്റ്റിക് ആയിരിക്കില്ല. ഒരു 10,000 രൂപയുള്ള ആളും പിന്നെ EMI വെച്ചുകൊണ്ട് ഐഫോൺ വാങ്ങുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കൂടുതലാണ്. അവരത് നോക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ സമൂഹത്തിലെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനിടയിലുള്ള ഒരു സ്റ്റാറ്റസ്, അതല്ലെങ്കിൽ പിന്നെ പിക്ചേഴ്സ് എടുക്കുമ്പോൾ ഐഫോണിലുണ്ടാകുന്ന ആ ഒരു ക്ലാരിറ്റിയുടെ കൂടുതലുണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ അത് പിന്നെ എടുത്ത് കാണിക്കണം, അല്ലെങ്കിൽ അതിലൂടെ പിന്നെ സമൂഹത്തിൽ എൻ്റെ പദവി അല്ലെങ്കിൽ ഫ്രണ്ട്സിനിടയിൽ എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിക്കും എന്നാണ് അവരുടെ ഒരു ഇല്യൂഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു പെർസെപ്ഷനായിട്ട് നമ്മൾ കാണുന്നത്. അത് ഐഫോൺ ജസ്റ്റ് ആൻ എക്സാമ്പിൾ. അത് നമ്മൾ പല രൂപത്തിൽ നമ്മൾ ഒരു വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ കല്യാണം നടത്തുകയാണെങ്കിൽ അതുപോലെ പല രൂപത്തിലും നമുക്കതിൽ സമൂഹത്തിൽ ഇത്തരം പിന്നെ ഇല്യൂഷണറി പെർസെപ്ഷൻസ് വളരെ പ്രകടമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ആ പെർസെപ്ഷൻ നമ്മൾ ഉണ്ടാക്കി തരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് കമ്പനികൾ ചെയ്യുന്ന ബ്രാൻഡിങ്ങും മറ്റുമൊക്കെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഇമോഷൻ ശരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പം അത് നമ്മുടെ ഒരു തുടക്കകാലഘട്ടം അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളും മറ്റും എല്ലാം വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ലിവിങ് സ്റ്റാറ്റസ് ഒരുപാട് മാറി എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള സൈഡ് തന്നെയാണ്. അത് സംഭവിക്കുക എന്നുള്ളതും അത്യാവശ്യമായിട്ടുള്ളൊരു പോലെ തന്നെയുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ഒരു ഇനീക്വാലിറ്റി ഉണ്ടാക്കുന്നത് അതൊരു വലിയ പ്രയാസം ഉണ്ടാവുന്നതാണോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, നമ്മളുടെ ഈ ബ്രാൻഡുകൾ അല്ലെങ്കിൽ കമ്പനികൾ നമുക്ക് കൊടുക്കുന്ന നമ്മളുടെ ഇമോഷനെ വല്ലാത്ത രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതും നമ്മുടെ ബ്രെയിനിൻ്റെ ലിംബിക് ബ്രെയിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പം ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സംഭവത്തിലേക്ക് അവിടെ പ്യുവർലി ഇമോഷൻസ്, അതായത് ട്രസ്റ്റ്, ലോയൽറ്റി, ഈ സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കുന്നത്. നമ്മുടെ പിന്നെ ലോജിക്കലായിട്ടുള്ള ഫാക്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരിക്കലും ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു പെർസെപ്ഷൻ ആണ് മൊത്തം ലോകത്തെ റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് മൊത്തം ലോകത്തെ റൺ ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ലോകത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പും ഇതേപോലുള്ള കാര്യങ്ങളുണ്ട്. ഇന്നും അതിൻ്റെ മറ്റൊരു വേർഷനിൽ, കുറേ കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള രീതിയിൽ ഇന്നും അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനെ തടയുക എന്നുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു ഇന്നീക്വാലിറ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഉള്ളതാണോ എന്നുള്ളത് ഭയങ്കര നമുക്ക് അത് നോക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എത്രത്തോളം, കാരണം ഞാൻ കാണുന്ന, അതായത് നമ്മളുടെ മൊത്തം ജനങ്ങളും ഇപ്പോൾ ഇന്ന് ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ആൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ എന്തോ ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് കിട്ടാതിരിക്കുന്നില്ല. കാരണം ഞാൻ മാത്രമല്ല, ഇന്ന് ലോകത്തുള്ള എല്ലാവരും ആ പെർസെപ്ഷനിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ അതില്ല, ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് 5,000-ൻ്റെ അല്ലെങ്കിൽ വേറെ ഒരു കമ്പനിയുടെ ഫോണാണ് എന്നുണ്ടെങ്കിൽ അവരതിന് ഇവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഈവൻ ബിസിനസ്സുകളിൽ ഞാൻ കാണുന്നൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ എൻ്റെ ഈ ബിസിനസ് കമ്മ്യൂണിറ്റികളിൽ കുറേ പാർട്ടായിട്ട് ഉള്ള ആളാണ്. അപ്പം പലരും കമ്മ്യൂണിറ്റി മീറ്റിങ്ങിലൊക്കെ വരുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേട്ടോ ഒരു ഭയങ്കരമായിട്ടുള്ള കോട്ടും ഇതും ഇട്ട് മാത്രമേ വരുള്ളൂ. ഈവൻ ഞങ്ങൾക്കും ഗൈഡൻസ് തരും, ഇങ്ങനെ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതൊരു പെർസെപ്ഷനാണ്. എന്തിനാണ് കോട്ടിട്ടില്ലെങ്കിൽ, ഐ മീൻ എൻ്റെ നോളജോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോ കറക്റ്റാണ്, ഞാൻ ചെയ്യുന്ന ഫിഗേഴ്സ് കറക്റ്റ് ആണെങ്കിൽ കാര്യം നടക്കും. പക്ഷേ ഇന്നും ഇത് ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരു എസ്പെഷ്യലി അതൊരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലേക്കാണ് കാണാറുള്ളത്. ആ ഏജ് ഗ്രൂപ്പിൽ ഇപ്പോഴും ആ പെർസെപ്ഷൻ അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അത്രയും ഹ്യൂജാണ് എന്നുള്ളതാണ്. ഓരോ സാഹചര്യത്തിൽ ഓരോ കോണ്ടെക്സ്റ്റിൽ അത് ഡിമാൻഡ് ചെയ്യുന്ന വസ്ത്രധാരണ ആണെങ്കിലും പിന്നെ കുറേ മാനേഴ്സ് ആണെങ്കിലും അവിടെ ആവശ്യമായി വരുന്ന കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഈ ഒരു ഡിസ്കഷൻ റെലവൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ
ചില ആൾക്കാർ ഈ ഒരു പിന്നെ വൈഡ് സ്പ്രെഡ് മാർക്കറ്റിങ്ങിൽ ട്രാപ്ഡ് ആയിക്കൊണ്ട് അവരുടെ പ്രയോറിറ്റി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്ര രൂപയുടെ ഒരു കാറ് അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു മൊബൈൽ അല്ലെങ്കിൽ കാറൊക്കെ വാങ്ങുന്ന സമയത്ത് അവരുടെ യഥാർത്ഥ നീഡാണോ അത്, അവരുടെ പ്രയോറിറ്റി മാറുന്നുണ്ടോ, ഈ പ്രയോറിറ്റിനെ എങ്ങനെയാണ് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് ഈ മാർക്കറ്റിങ്ങും കൺസ്യൂമറിസ്റ്റ് ബിഹേവിയറും ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുവഴി അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ ഒരു ഇമ്പൾസിൻ്റെ പുറത്ത് പ്രൊഡക്റ്റ് വാങ്ങുന്നു, അവർക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് പോലും സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് വാങ്ങുന്നു. ഈ ഒരു വെൽ ഓഫായ ആൾക്കാരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ വളരെ ബേസിക് നീഡ് മാത്രം മീറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ പോലും ഈ ഒരു പിന്നെ ഇല്ലൂഷനിൽ പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പർച്ചേസ് അവരെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ്, ലോണ് സംവിധാനങ്ങളൊക്കെ മുമ്പ് നാം ഭവന വായ്പ, ജോലി റിലേറ്റ് ചെയ്തിട്ടുള്ള ലോണൊക്കെ കാണുന്നതാണെങ്കിൽ ഇന്ന് നമ്മൾ ഏതൊരു മൊബൈൽ ഷോപ്പിൽ പോയാലും ചെറിയൊരു പ്രൊഡക്റ്റിന് വരെ ലോൺ കിട്ടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും കൂടുതൽ പിന്നെ കൺസ്യൂമറിസം പിന്നെ അതിലേക്കാണ് നയിക്കുന്നത്. ഇതിന് സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിന് പുറമെ നമ്മളെ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ഗ്രീഡ്, പിന്നെ പ്രകൃതി ചൂഷണം, ഇതെല്ലാം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് യഥാർത്ഥത്തിൽ വിഘാതം നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതിനെന്തായാലും ഡൗൺ സൈഡ്സ് ഉണ്ട്. ഓഫ് കോഴ്സ് ഇത്തരം പുതിയ പ്രൊഡക്ട്സുകൾ നമ്മളുടെ ജീവിതത്തെ എത്രയോ ഈസാക്കിയിട്ടുണ്ട്, മുമ്പില്ലാത്ത രീതിയിൽ നമ്മളെ ജീവിതത്തെ ഈസാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന് നാം പലപ്പോഴും വിസ്മരിക്കുന്ന, വളരെ കംഫോർട്ടബിളി നാം വിസ്മരിക്കുന്ന ഒരു ഡൗൺ സൈഡ് കൂടിയുണ്ട്. അതെ, ഈ സ്റ്റാറ്റസിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതൊരു ശ്രേണിയായിട്ട് വരാൻ തുടങ്ങിയത് ഈ ഒരു സമീപകാലത്ത് എനിക്ക് തോന്നുന്നത് ഗൾഫ് കുടിയേറ്റത്തിന് ശേഷമാണ്. അഥവാ പണ്ട് നമ്മളെ മലയാളി സമൂഹത്തിൽ ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ജാതി ഓഫ് കോഴ്സ് പിന്നെ ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ, അഥവാ ഉന്നത ജാതിക്കാർക്ക് കൂടുതൽ പണം ഉണ്ടാവും, ഭൂമി ഉണ്ടാവും, പിന്നെ അവരായിരിക്കും ജന്മികൾ. നേരെ മറിച്ച് 1960-കൾക്ക് അല്ലെങ്കിൽ 70-കൾക്കൊക്കെ ശേഷമാണ് കൂടുതൽ തോന്നുന്നത് അവൻ ഗൾഫുകാരനാണ് അല്ലെങ്കിൽ അവൻ പേർഷ്യക്കാരനാണ് എന്നുള്ള രൂപത്തിലുള്ള ഒരു സ്റ്റാറ്റസ് കോ സമൂഹത്തിൽ വരാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു പുതിയ ഒരു പ്രതിഫലനമാണ് ഈ ഒരു കാലത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രാൻഡുകളുടെ ഉപയോഗത്തിൻ്റെ ക്രമത്തിൽ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വണ്ടികളുടെ അല്ലെങ്കിൽ സെൽഫോണുകളുടെ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ വേഷഭൂഷാദികളുടെ അല്ലെങ്കിൽ കാര്യത്തിൽ വരാൻ തുടങ്ങിയത്. EMIകളുടെ പിന്നെ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ലോണിൻ്റെ സപ്പോർട്ടോട് കൂടി എടുക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ പിന്നെ അവരുടെ വില അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂ സമൂഹത്തിൽ ഇടിയാണോ പിന്നെ കൂടുകയാണോ ചെയ്യുന്നത് ഒരു ചർച്ചാ വിഷയമാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്തിന് ശേഷം വിദ്യാർത്ഥികൾ പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നത്. മുമ്പൊക്കെ പിന്നെ ഉന്നത കുടുംബങ്ങളിലെ അല്ലെങ്കിൽ പല തറവാടുകളിലെ വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു ഫോറിൻ സ്റ്റഡീസ് പോയിരുന്നത്. അവർ പിന്നെ UK അല്ലെങ്കിൽ USA പോയിരുന്നത്. ഇന്ന് പിന്നെ ധാരാളം സ്റ്റഡി അബ്രോഡ് ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പിന്നെ അവരുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ബാങ്കിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളും നിലവിലുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഉള്ള ഒരു പിന്നെ പ്രൊമോട്ടീവ് അറ്റ്മോസ്ഫിയർ വരാൻ തുടങ്ങി. അത് പിന്നെ വിദ്യാർത്ഥികൾ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടാണ് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പിന്നെ സപ്ലൈ ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളുടെ. അപ്പോൾ ആ രൂപത്തിൽ ഉണ്ടാവുന്നത് ഏതുതരം ഭവിഷ്യത്താണ് നമ്മൾ ഇപ്പോൾ ലോക്കലി സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തന്നെ സെൽഫിനുണ്ടാക്കുന്നത് എന്നൊന്നും സാധാരണ പലരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അത്തരം മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഏരിയയിൽ എങ്ങനെ ഉണ്ടാവുന്നത്, പിന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പുതിയ ട്രെൻഡുകൾ എങ്ങനെയൊക്കെയാണ്? പുറത്തേക്ക് പോകുന്ന ഈ ഒരു സാഹചര്യം ഈ ഒരു കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള മാറ്റം ആ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതും കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ലാതെ. അതേസമയം ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ ഓരോ ടൗണുകളിലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ടൗണുകളിൽ പോലും സ്റ്റഡി അബ്രോഡിൻ്റെ ഓഫീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം അവരുടെ മാർക്കറ്റിങ്ങും അവർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊപ്പഗണ്ട അത് വലിയ രീതിയിൽ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കാരണം തന്നെ കുട്ടികളുടെ ഇമാജിനേഷൻ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയും അത് സത്യം അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ഇല്യൂഷനെ കാരണമായിട്ട് അവർ പോകുന്നതായിട്ടുള്ള, കാരണം ഈ പോകുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനവും തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള
ഹൈ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കാര്യമുണ്ട്. പക്ഷേ അതേസമയം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അതേസമയം ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന വലിയൊരു ശതമാനവും 95% ഓഫ് കുട്ടികളും പോകുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും അല്ലെങ്കിൽ കോളേജുകളിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് അവരത് റിയലൈസ് ചെയ്യുന്നതും പിന്നീട് അവർക്ക് ഇവിടുന്ന് ഈ പറയുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടും മറ്റൊക്കെ എടുത്തു പോയി അത് പോലും പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ പറ്റാതെ അതിനുവേണ്ടി അവരവിടെ പിന്നീടുള്ള കാര്യങ്ങൾ കഷ്ടപ്പെടുകയും അത് കഴിഞ്ഞ് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നു. എനിക്കറിയാം ഏകദേശം 6 വർഷം മുന്നേ പോയ ആൾ ഇപ്പോഴും ആളുടെ ലോണ് തീർക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് പേരിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഈ പറയുന്ന പെർസെപ്ഷൻസ്, അത് എത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനതിൽ ഭയങ്കരമായിട്ട് ഒരു ഇമ്പോസിബിൾ ടാസ്ക് എന്നുള്ള രീതിയിൽ കാണുന്നതാണ്. പക്ഷേ തിരിച്ചുള്ള അതായത് ശരിയല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് ഒരു വലിയ സമൂഹം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രം, ഏതാണോ ഞാൻ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ എൻ്റെ പെർസെപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ആ രീതിയിലുള്ള ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുക. അതിന് ഭയങ്കരമായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അതേസമയം നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്ക് എന്തിന് ഈ സാധനം വേണം എന്നുള്ളതിനെ കൃത്യമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള എസ്പെഷ്യലി വലിയ ടിക്കറ്റിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഇത് നേരത്തെ പറയുന്നത് പോലെ മറ്റൊരാളും ചെയ്യുന്നില്ല, മറ്റൊരാളും കാണുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഈ കാര്യം ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ള 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നതിലൂടെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്കിലും ഈ പറയുന്നത് പോലെ നമ്മൾ ഈ സെയിൽസിൽ പറയാറുണ്ട്, നമ്മളുടെ ചില കാര്യങ്ങൾ നമ്മൾ ഈ സെയിൽസിൻ്റെ ഒരു കേസിൽ പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം എത്ര സെല് ചെയ്യാൻ ശ്രമിക്കുകയും അതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പറയും. പക്ഷേ എൻ്റെ ഈ കസ്റ്റമർ പറയും ഓക്കെയാണ്, പക്ഷെ എനിക്ക് എന്തോ ഫൈനലി ആ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ലിംബിക് ബ്രെയിനിലേക്കുള്ള ആ ഒരു ബിലീഫ് അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ്, ആ ഒരു സംഭവമാണ് ഡെസിഷൻ എടുക്കാൻ അവരെ ഇതാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ആ ഒരു സംഭവത്തെ എന്താക്കുന്നില്ല, ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ ഈ ഡെസിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോലും ഫൈനലി ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എവിടെയോ നമുക്ക് എന്താവുന്നുണ്ട്. ഈവൻ നമ്മളുടെയൊക്കെ ഫോൺ വാങ്ങുമ്പോഴും മറ്റും ഈ പല കാര്യങ്ങളിലും നമുക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു നമ്മളോട് തന്നെ ചോദിക്കുന്ന സമയത്ത് ഈവൻ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉള്ളതായിട്ടാണ് ഞാൻ ഇപ്പോഴും റിയലൈസ് ചെയ്യുന്നത്. അപ്പം അത് അവെയർ ആവുക, അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കാം. ഞാൻ ആ ഒരു കേസിൽ, മാനേജ്മെൻറ്റിൻ്റെ കേസിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റഡി അബ്രോഡ് എന്നുള്ള വിഷയങ്ങളിൽ നന്നായിട്ട് പോകുന്നുണ്ട്. അവരുടെ റിയൽ ലൈഫും അതുപോലെ അവരുടെ മിഥ്യയായിട്ടുള്ള ലൈഫിലും അല്ലെങ്കിൽ അവർ കാണുന്ന ഡ്രീം ചെയ്യുന്ന ലൈഫും ഈ കൺസ്യൂം ചെയ്യുന്ന പല കാര്യങ്ങളിലൂടെയും അവർ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേൾഡിനെയാണ്. അപ്പം അത് റിയാലിറ്റിയായിട്ട് മാച്ച് ചെയ്യാതെ വരുന്ന സമയത്തുണ്ടാകുന്ന വലിയ പ്രയാസങ്ങളും ഈ ഒരു പുതിയ ജനറേഷനിൽ വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇന്നത്തെ ഈ പറയുന്ന തെറാപ്പികളും മറ്റും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റും ഇന്ന് ഒരുപാട് നമുക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരുപാട് വേണ്ട ഒരു സാഹചര്യം പോലെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഇൻഫ്ലുവൻസും അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു കൺസ്യൂമറിസ്റ്റ് കൾച്ചർ, കൺസ്യൂമർ ബിഹേവിയർ, ഇതെല്ലാം നമ്മളുടെ ഒരു ഇമോഷനെ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ പല ഫാൾസ് ഹോപ്പുകൾ നൽകിക്കൊണ്ട് നമ്മളെ ഓരോ സാധനങ്ങൾ ബൈ ചെയ്യാൻ ഒരു കൺസ്യൂമർ ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈവൻ നമ്മളെ നമ്മളെ ഫസ്റ്റ് ഓർഡർ ഡിസയർ, ആ ഒരു ഡിസയറിലേക്കാണ് ഇവർ മാർക്കറ്റിംഗ് ആണെങ്കിലും ത്രൂ മീഡിയ ആണെങ്കിലും ക്യാമ്പയിൻസിലൂടെയൊക്കെ ആ ഒരു ഫസ്റ്റ് ഓർഡർ ഡിസയറിന് കൂടുതൽ അപ്പീൽ നൽകിക്കൊണ്ട് നമ്മളുടെ യഥാർത്ഥ ചോയ്സ്, നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ആ ഒരു പവറിനെ അവർ മറയിട്ടുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഫാൾസ് ഹോപ്പ് നൽകിക്കൊണ്ട് ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സ് ബൈ ചെയ്യുന്നതിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അത് മൂലം ആ ഒരു ഫൈനാൻഷ്യൽ അച്ചടക്കം ഇല്ലാത്തത് മൂലം നമ്മുടെ ലൈഫിലെ പ്രയോറിറ്റീസ് മാറുന്നു. നമുക്ക് ഒരു പർപ്പസ്ഫുള്ളായിട്ടുള്ള മീനിങ് ലൈഫ് നയിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് കൂടുതൽ ആളുകൾ ഓഫ്ലൈൻ പർച്ചേസിനേക്കാൾ ഏറെ ഓൺലൈനിലേക്ക് റിസോർട്ട് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. അഥവാ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ശക്തമാണ്, ഒന്നുകൂടി ആഴം ഏറിയതാണ്. ഇപ്പോൾ ഒരു ഈവൻറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഘോഷക്കാലം വരികയാണെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള പ്ലാൻ വെൽ ബിഫോർ ദി ഇവൻറ്റ് അല്ലെങ്കിൽ ആ കാലത്തിന് മുമ്പ് അവർ തുടങ്ങിയിട്ടുണ്ടായിരിക്കും.
ആമസോണെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രധാനമായിട്ടും 2 ഇവൻറ്റുകളാണ് വരുന്നത്. ഒന്ന് പ്രൈം ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തയ്യാറെടുപ്പുകൾ വെൽ ബിഫോർ ഈ പിന്നെ അനൗൺസ്ഡ് ഡേയ്സിന് മുമ്പായിട്ട് അവർ തുടങ്ങും. പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് ഇവൻ്റാണ്, മാർക്കറ്റിംഗ് ടീമിനാണ് കൂടുതൽ അവിടെ പിന്നെ റോളുള്ളത്. അപ്പോൾ ഉദാഹരണം ഈ ഒരു ഇവൻറ്റിന് ഒരു മാസം മുമ്പേ ഉദാഹരണം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സാംസങ് S24 ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയ ആളുകൾക്ക് ആ ഈവൻറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 15-16 തീയതികളാണ് നടക്കുന്നതെങ്കിൽ ഈ 13, 14 തുടങ്ങിയുള്ള അല്ലെങ്കിൽ 10-ാം തീയതി മുതലുള്ള ദിവസങ്ങളിൽ അവരുടെ ഫോണിൽ അവരുപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ പരസ്യം വരികയായി. പിന്നെ അവരുടെ വാട്സപ്പിൽ അവർ ഓൾറെഡി നേരത്തെ അവർ പിന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓൾറെഡി ഒരു ബിസിനസ് അക്കൗണ്ട് വന്നിട്ടുണ്ടായിരിക്കും, മെസ്സേജ് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ യു മേ നോ മോർ അബൌട്ട് ദി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് അവരുടെ ഡെസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ഒരുപക്ഷെ നേരത്തെ വന്നിട്ടുണ്ടായിരിക്കും. അഥവാ അവരെ വാങ്ങാൻ അത്രയും പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അത്രയും സ്വാധീനം ചെലുത്തുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ഓൺലൈൻ മാർക്കറ്റിംഗ് ട്രെൻഡുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കസ്റ്റമർ ചിന്തിക്കുക പിന്നെ ഇതിൽ നിന്ന് വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ ഓഫ്ലൈനേക്കാളേറെ പ്രാമുഖ്യം കൽപ്പിക്കുക ഓൺലൈനായിരിക്കും. കൂടെ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരമുള്ള പിന്നെ ബാങ്കിങ് ഓഫേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂപ്പൺസ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ പിന്നെ മറ്റു EMI ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ റിസോർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ഇതിലേക്ക് തന്നെ ആയിരിക്കും. ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരർത്ഥത്തിൽ ഫ്രം എ കസ്റ്റമർ പെർസ്പെക്റ്റീവ് ഇതാണ് ഇതിൻ്റെ ഒരു വശമെങ്കിൽ, പിന്നെ ഫ്രം എ പിന്നെ ബിസിനസ് പെർസ്പെക്റ്റീവിൽ അവിടെ ധാരാളം കച്ചവടം നടക്കുന്നു. കുറേ ആളുകൾക്ക് പിന്നെ അവരുടെ ഇൻകം മെച്ചപ്പെടുത്താൻ സാധിക്കും, പ്രത്യേകിച്ച് ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ. നമ്മുടെ നാട്ടിലെ പല ആഘോഷങ്ങളും അല്ലെങ്കിൽ പല വിശേഷ ദിവസങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇത്തരം പിന്നെ കച്ചവടം അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്കണോമിയുടെ ഭാഗമായിട്ട് കൂടിയാണ്. ഇപ്പോൾ ഓണം ആയാലും അല്ലെങ്കിൽ ക്രിസ്മസ് ആയാലും ഈവൻ പിന്നെ നമ്മുടെ 15th ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനം ആയാൽ പോലും അതിന് വരെ ഫ്രീഡം സെയിൽ എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അന്ന് രാത്രി ഒരു പ്രത്യേക സെയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ സാംസ്കാരിക ആഘോഷങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഒരു മാർക്കറ്റിംഗ് എക്കണോമിയുമായി ബന്ധപ്പെട്ട് കിടക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ആളുകളുടെ പർച്ചേസിങ് ഡെസിഷൻ, അല്ലെങ്കിൽ അവർ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കൂടുതൽ പിന്നെ വാങ്ങിക്കൂട്ടുന്നത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസൊക്കെ അവർ പിന്നെ നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ല US പോലും ബ്ലാക്ക് ഫ്രൈഡേ അല്ലെങ്കിൽ വൈറ്റ് ഫ്രൈഡേ ഇങ്ങനെ പല രൂപത്തിലുള്ള ഡേയ്സ് എല്ലാം അവർ നീക്കി വെക്കുന്നത് പർച്ചേസ് ചെയ്യാനാണ്. അതിനനുസരിച്ച് പിന്നെ ഓൺലൈൻ കമ്പനികൾ അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ റീറ്റെയിലേഴ്സ് അവരുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്ട്രാറ്റജീസ് അതിനനുസരിച്ചാണ് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന് പിന്നെ നല്ല രൂപത്തിൽ ചൂസ് ചെയ്യാനും സിലക്ഷൻ നന്നായിട്ട് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. മറിച്ച് അവരുടെ പിന്നെ ക്യാപ്പബിലിറ്റി അനുസരിച്ചുള്ള ഫൈനാൻഷ്യൽ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റാണോ അല്ലെങ്കിൽ അത് പിന്നെ ആ രൂപത്തിൽ അവർക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു കൺസേൺ അവിടെ ഉണ്ടായിരിക്കുമ്പോഴും ഇങ്ങനെ ഒരു തലം കൂടി അതിലുണ്ട്. അതുവഴി നന്നായിട്ട് കച്ചവടം നടക്കുന്നു. പല ഗ്രൂപ്പ് ഓഫ് പിന്നെ ബിസിനസ് അഥവാ ബിസിനസ്സിന് ഓരോ തലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഓൺലൈനിൽ പിന്നെ കൂടുതലും SMBS എന്ന് വിളിക്കും, അഥവാ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സസ് എന്ന് വിളിക്കും. അത് വളരെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വരെ ഇന്ന് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ഇത്തരം ആഘോഷ ദിവസങ്ങൾ അവരുടെ കൂടി ആയി മാറുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അവരുടെ ആഘോഷങ്ങൾക്ക് പിന്നെ മധുരം നൽകുന്നത്, അതുപോലെ ഈ പിന്നെ ബേക്കറി ഐറ്റംസ് കൈമാറുന്നതെല്ലാം ഒരു പ്രത്യേക ചടങ്ങാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പിന്നെ ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കച്ചവടക്കാർ അവർ പിന്നെ ഒരു ഓൾ ഇന്ത്യ ലെവൽ മാർക്കറ്റിംഗ് കണ്ടെത്തുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആമസോണിൽ ചിപ്സ് ലിസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് ഒരു കുടുംബശ്രീ യൂണിറ്റാണ്. അവർ 2014 അവരത്രയും പിന്നെ ഒരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ കൺട്രി വൈസ് മാർക്കറ്റ് അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ആ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ബോത്ത് പ്രോസ് ആൻഡ് കോൺസ് ഈ ഒരു ഇതിന് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മാർക്കറ്റിംഗ്. പക്ഷേ നമ്മൾ ഒരു കൺസേണിംഗ് ആയിട്ടൊരു വശം ആളുകളുടെ പിന്നെ ഇമോഷൻസിനെ എങ്ങനെ അത്രമാത്രം ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത്
ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് കൺസേണിങ്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെയൊക്കെ ഫാമിലിയിൽ നിന്ന് തന്നെ പൊതുവേ കാണാം ഒരുപാട് ഷോപ്പിംഗ് ആയിരിക്കും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ അവർ ഈ പറയുന്നത് പോലെ ഓഫർ പ്രൈസ് കാണുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു ഈ ഡിസ്കൗണ്ടിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് വാങ്ങുന്നത് കാണാം. അപ്പം ഇതിൽ ഒരു വ്യക്തിപരമായിട്ട് നോക്കുന്ന സമയത്ത് ഫിനാൻഷ്യലി ഉള്ള അച്ചടക്കമായിരിക്കാം ചിലപ്പം ഒരു സൊല്യൂഷൻ പാർട്ടായിട്ട് ഉണ്ടാവുക. അത് ഈ പറയുന്നത് പോലെ മെയിൻലി ആവശ്യമില്ലാത്ത കമ്മോഡിറ്റി വാങ്ങുന്നു എന്നുള്ളതായിരിക്കുമല്ലോ ഈ ഒരു കൺസ്യൂമറുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ അത് ഫിനാൻഷ്യലി ഒരു അച്ചടക്കം ഉണ്ടാക്കുന്നതിലൂടെ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവരലായിരിക്കും. അതല്ലാതെ നമുക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രോസസ് ഭയങ്കരമാണല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഒരുപാട് പ്രൈസ് താന്ന രീതിയിലും അല്ലെങ്കിൽ അത് വാട്ട് എവർ ഇറ്റ് ഇസ് ബിഹൈൻഡ് ദ സീൻ അറിയില്ല, പക്ഷെ കിട്ടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഉണ്ട്. അപ്പം അവരുടെ പിന്നെ ഡിസയേഴ്സിനെ ചിലപ്പം എന്താ പറയുക അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് ഇത്തരം ഒരു സാധ്യതകൾ വരുന്നു എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ്. ഇൻഡിവിജ്വലായിട്ടുള്ള എന്താ പറയുക കൺട്രോളിങ്ങും അല്ലെങ്കിൽ കാര്യങ്ങളിലൂടെ നമുക്കതിനെ അതിൻ്റെ ദോഷവശങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ള. അതെ, അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ഇൻഫോംഡ് ഡെസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് പിന്നെ അത്രയും ബിഗ് പിന്നെ ഡീൽസിലൊക്കെ ആ രൂപത്തിൽ നമുക്ക് ചിന്തിച്ച് പിന്നെ നല്ലൊരു നമ്മളെ പിന്നെ മാതാപിതാക്കളെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള അങ്ങനെ കൃത്യമുള്ളൊരു ഡെസിഷനിലെത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ നല്ല വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കണം, നല്ല പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. അവർ ആ ഒരു സ്കില്ലും അതുപോലെ നോളജും നമ്മുടെ സമൂഹത്തിന് സ്പെൻഡ് ചെയ്യണം, അത് പിന്നെ വിനിയോഗിക്കണം എന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പോൾ മലേഷ്യയിൽ 1975 ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനൊരു പിന്നെ കളക്റ്റീവായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടന്നിരുന്നു. അവർ പിന്നെ അവരുടെ എക്കണോമിയെ പിന്നെ വളർത്താൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എക്കണോമിയെ വളർത്താൻ അവർ ഏകദേശം 1000-ലധികം സ്കോളേഴ്സിനെ ഗവൺമെൻറ് സ്കോളർഷിപ്പോട് കൂടിയിട്ട് മലേഷ്യൻ ഗവൺമെൻറ് UK അയച്ചു. അവർക്ക് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ പഠിക്കണം, എന്നിട്ട് തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ വളർത്തണം, ഇവിടുത്തെ എക്കണോമിയെ നിങ്ങൾ വളർത്തണം, പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ പിന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ട് മാറണം എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ഇൻ കേസ് നിങ്ങളവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് മുടക്കിയ തുക തിരിച്ചടക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ പോയ ഒരു ഡോക്ടറായിട്ടൊരു പ്രൊഫസറായിട്ട് നേരിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടായി. അപ്പോൾ ഇന്ന് അദ്ദേഹം പിന്നെ മലേഷ്യയിലെ വൺ ഓഫ് ദി ലീഡിങ് യൂണിവേഴ്സിറ്റീസിൻ്റെ പിന്നെ ഒരു ഡയറക്ടറാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ ഈ ഒരു പിന്നെ ക്യാമ്പ് എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ അവർ ആ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്നതിൽ എഡ്യൂക്കേഷൻ എക്കണോമിയെ വളർത്തുന്നതിലുള്ള അവരുടെ റോൾ വളരെ വലുതാണ്. ആ രൂപത്തിൽ നല്ല പിന്നെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ EMI ആണെങ്കിൽ തന്നെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ച് ഇവിടെ വന്ന് സേവനം ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിലും അത് ഒരു നിഷേധിക്കേണ്ട കാര്യമൊന്നുമല്ല. നേരെ മറിച്ച് നമ്മുടെ പല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ പൊതുവെ ഇന്ന് യൂത്തിന് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അത് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ റീൽസുകളുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. അവർ കാണുന്ന റിയൽ ലൈഫിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. അവിടെ അവർ പോയി പിന്നെ സൈറ്റ് സീയിങ്ങിനും അതുപോലെ മറ്റു യാത്രകൾക്കൊക്കെ പിന്നെ അതിൻ്റെ റീൽസ് ധാരാളം കണ്ടുകൊണ്ട് എന്താണെന്ന് അറിയില്ല. മറിച്ച് അവർ ഇതിനേക്കാളേറെ മറ്റു പലതും കാണുന്നു. ആ രൂപത്തിലൊരു വൈബ് ഉള്ള ഒരു ലൈഫാണ് അവർ കാണുന്നത്, ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത്രയും പിന്നെ മാതാപിതാക്കളെയും അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ അവരുടെ പിന്നെ ആ ഒരു ഫൈനാൻഷ്യൽ സെറ്റപ്പിനെ തന്നെ റിസ്കിലാക്കിയിട്ട് പോകുന്നത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പലരും വരുമ്പോൾ തിരിച്ചടയ്ക്കാനത് പ്രയാസപ്പെടുന്നു. പലർക്കും അവിടെ പോയതിനു ശേഷം പിന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങളും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും തിരിച്ചു വരുന്നു. പിന്നെ അവർ ഇവിടുന്ന് അതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പിന്നെ പ്ലാനിങ് ഇല്ലാതെ ഒരു ഡെസിഷൻ ഇല്ലാതെ പോയവരാണ് പിന്നെ നമ്മുടെ നാട്ടിനെ കൂടി പറയിപ്പിക്കുന്ന രൂപത്തിൽ ഇപ്പോൾ കാനഡയിൽ നിരവധി സംഭവങ്ങളുണ്ടായി, UK പല സംഭവങ്ങളുണ്ടായി. ഇന്നും അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും തിരിച്ചെത്തി, പലരും പിന്നെ ഇനി അവരുടെ ആ രാജ്യത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. അപ്പോൾ ഇതിനൊക്കെ തുടക്കം ഒറിജിൻ ഇത്തരം പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യമുള്ളൊരു പ്ലാനിങ് ഇല്ലാതെ അല്ലെങ്കിൽ
ഒരു ഇല്യൂഷണറി പിന്നെ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലൊരു അപ്രോച്ച് സ്വീകരിച്ചുകൊണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതെ, ഈ ഒരു മാറിയ ഒരു കൺസ്യൂമർ എന്താ പറയുക ബിഹേവിയർ ഇത് കാരണം നമുക്കറിയാം കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോക്കൽ എക്കോണമി ആണെങ്കിലും അതിനൊക്കെ ഒരു ഉണർവ് ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ അത് ഉണ്ടാക്കുന്ന സൈക്കോളജിക്കൽ സോഷ്യൽ ഇഷ്യൂസിനെ നമ്മൾ ഒരിക്കലും മറന്നു പോവരുത്. മാത്രമല്ല നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഇതിനെ ഈ ഒരു വലിയൊരു അതിപ്രസരത്തെ മാർക്കറ്റിൻ്റെ അതിപ്രസരത്തെ എങ്ങനെ നേരിടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാനിങ്, കൃത്യമായ പ്ലാനിങ്, അതുപോലെ തന്നെ ഇത് വാണ്ടാണോ നീഡാണോ, എൻ്റെ വാണ്ടാണോ നീഡാണോ, ഇത് എനിക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണോ, എൻ്റെ ഹയർ പർപ്പസിലേക്ക് ഞാനിത് ബൈ ചെയ്യുന്നതുകൊണ്ട് ഈ കോഴ്സ് എടുക്കുന്നതുകൊണ്ട് എനിക്കെന്ത് ഉപകാരമാണുള്ളത്. ഇതേപോലെ ഒരു സെക്കൻഡ് ഓർഡർ ഹയർ ഓർഡർ തിങ്കിങ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പിന്നെ എന്താ പറയുക കൺസ്യൂമറിസ്റ്റ് കൾച്ചറിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടൊരു ഫുൾഫിൽമെൻറ്റ് പർപ്പസ്ഫുൾ ലൈഫ് നയിക്കാനും കഴിയുള്ളൂ. എഗെയിൻ നമ്മൾ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ സ്കൂളിംഗ് ഈ ഒരു സെനാരിയോ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ സ്കൂളിംഗ് സിസ്റ്റം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കോർ ഉദ്ദേശത്തിലെ തന്നെയാണോ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പിന്നെ സ്കില്ലുകൾ, അതിൻ്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു സ്കൂൾ രീതിയിൽ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് കരസ്ഥമാകുന്നുണ്ടോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ കുട്ടികൾ വെറും ഒരു കൂടുതൽ എംപ്ലോയബിൾ ആയിട്ടുള്ള പിന്നെ എംപ്ലോയി ആയിട്ടാണോ അവർ ഈ എഡ്യൂക്കേഷനിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ചർച്ച ചെയ്യാം. അതെ, പിന്നെ ഇത് സ്കൂൾ പ്രൈമറി തലം അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ പിന്നെ ഏറെക്കുറെ എല്ലായിടത്തും ഇന്നൊരു പോലെ ആയിട്ടാണ് തോന്നുന്നത്. കാരണം അത് എനിക്ക് തോന്നുന്നു ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ഫ്ലോയിലൂടെ ഇങ്ങനെ പോകുന്നതാണ്. അവർ ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങൾ എല്ലാം എനിക്ക് തോന്നുന്നത് ഒരു 10-20 കൊല്ലം മുമ്പ് അതിൻ്റെ ബേസ് 10-20 കൊല്ലം മുമ്പ് പിന്നെ ഡിസൈൻ ചെയ്തതാണെന്ന് തോന്നുന്നത്. ഈ സമീപകാലത്തൊന്നും അത്ര അടിമുടി മാറ്റം വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ പ്രൈമറി തലം അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികൾ കൂടുതലും എൻവിഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിനനുസരിച്ച് അവർ പിന്നെ കൂടുതൽ ഏൺ ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു കോഴ്സുകളാണ് തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. നേരെ മറിച്ച് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർക്ക് സമൂഹത്തിന് ഏത് രൂപത്തിൽ പിന്നെ ഇൻടേൺ നൽകാൻ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയാണ് സമൂഹത്തിന് സേവനം ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കമ്മ്യൂണിറ്റി എങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും എന്നതിന് പകരം അവരുടെ പിന്നെ അവർക്ക് കൂടുതൽ എങ്ങനെ ഏൺ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ പിന്നെ മാതാപിതാക്കളെ ഏത് രൂപത്തിൽ പ്രൗഡാക്കാൻ കഴിയും എന്നതാണ് അവർ ആ രൂപത്തിൽ പ്രൗഡാക്കാൻ കഴിയുമെന്നാണ് അവർ ആലോചിക്കുന്നത്. കാരണം മറ്റൊരു ഇതിൻ്റെ വശം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാറ്റി വെച്ചാൽ പിന്നീട് ഉണ്ടാകുന്നത് ഭീമമായ തുകയാണ് ഇവർ ചിലവഴിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു രീതി പൊതുവെ എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ ആ രണ്ട് സ്ട്രീമാണ് പൊതുവെ ഒരു പ്രീമിയം സ്ട്രീമായിട്ട് ഗണിക്കപ്പെട്ട് പോരുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ അവർ കാണുന്നതുള്ള ഇതൊരു പ്രധാന സ്ട്രീമായിട്ട് കാണാനുള്ള ഒരു കാരണം ഇതിൻ്റെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് തന്നെയാണ്. നേരെ മറിച്ച് ഇത് സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അഭിരുചികൾക്കനുസരിച്ച് പിന്നെ സേവനം ചെയ്യാവുന്ന രൂപത്തിലുള്ളൊരു സ്ട്രീം ആയതുകൊണ്ടോ അല്ല, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ആയതുകൊണ്ടോ അല്ല. നേരെ മറിച്ച് കൂടുതൽ പലരും കാണുന്നത് എക്സെപ്ഷൻസ് ഉണ്ടാവാം, പലരും കാണുന്നത് പിന്നെ ഈ ഒരു കാരണം കൊണ്ടാണ് പിന്നെ ഈ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനെ കാണുന്നത്. അതിപ്പോൾ അതിലൊരു തീരെ താല്പര്യമില്ലാത്തവരെയും അത്തരം വിദ്യാർത്ഥികളെ ഇതിലേക്ക് പുഷ് ചെയ്യുന്ന മാതാപിതാക്കളെ നമ്മളെ ഇടയിൽ പലരും കാണാറുണ്ട്. നമ്മൾ പല വിദ്യാർത്ഥികളും സംസാരിക്കുമ്പോഴും അവരുടെ ഇൻട്രസ്റ്റ് മറ്റു പലതിലോ എന്തോ ആയിരിക്കും. ഇപ്പോൾ ഹൈദരാബാദിൽ 5 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പലരും അവർ ബിടെക് കഴിഞ്ഞവരാണ്. അവരിപ്പോൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ഒരു BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് എടുത്തവർ ചെയ്യുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയാറുണ്ട്, അന്ന് നമ്മൾ ഇൻട്രസ്റ്റ് ലാംഗ്വേജ് പഠിക്കാനായിരുന്നു, പക്ഷേ അന്ന് ഞങ്ങൾ ചേർന്നത് BTech ആണ് അല്ലെങ്കിൽ BE എഞ്ചിനീയറിങ്ങിനാണ്. അപ്പോൾ ആ രൂപത്തിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ചോയ്സ് എടുക്കാതെ പിന്നെ മാതാപിതാക്കളുടെ പുഷിനനുസരിച്ച് അല്ലെങ്കിൽ അവർ അന്നത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് ഒഴുകിപ്പോയവർ ഇന്ന് പല രൂപത്തിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നേരിടാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഒരു
മറു പിന്നെ ചിന്ത ആയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനെ ഒരു പുതിയ രൂപത്തിൽ എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം, ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിനെ ഡീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് പുതിയൊരു സിസ്റ്റം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതും വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. പിന്നെ നേരത്തെ പ്രൈമറി എഡ്യൂക്കേഷൻ പറഞ്ഞു, ആ ഏരിയയിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട്, പ്രൈമറി എന്നല്ല, ഏതൊരു എഡ്യൂക്കേഷൻ്റെ ഏത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള നമ്മളുടെ ഒരു കേസ് നോക്കുകയാണെങ്കിലും ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റങ്ങളും വന്നിട്ടുണ്ടായിരുന്നില്ല. 100 ഡിക്കേഡ്സ് മുന്നേ ആണെങ്കിലും ഒരു ഗുരുകുല സമ്പ്രദായം, പിന്നീട് അതൊരു ക്ലാസ് റൂമിലേക്ക് മാറുന്നു, പിന്നീട് അതൊരു സ്മാർട്ട് റൂമിലേക്ക് മാറുന്നു. പക്ഷേ ഈ ഒരു തിയറി നമുക്ക് പിന്നെ ബ്ലൂ ടാക്സോണമി ഉണ്ടല്ലോ, അതായത് ഒരു കുട്ടിയുടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. അപ്പം അതിൽ ആദ്യം നമ്മൾ പറയുന്നുണ്ട് റിമെമ്പർ, പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈ, അനലറ്റിക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിമെമ്പർ, അണ്ടർസ്റ്റാൻഡിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു മെക്കാനിസം അല്ല, തിയറി പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളൊരു മെക്കാനിസത്തിലാണ് കൂടുതൽ ഇപ്പോഴത്തെ ട്രഡീഷണലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉള്ളത്. അപ്പം ഇത് അടിമുടി എല്ലാ ഒരു തലത്തിലും മാറേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളും അതിന് നല്ലതായിട്ട് വരുന്നുണ്ട്. ചിലതിന് തീർച്ചയായിട്ടും പിന്നെ ചില റോങ് ആയിട്ടുള്ള പെർസെപ്ഷൻ കൊടുത്ത് അത് ചിലപ്പം മാറ്റങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മെഡിസിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ ഒരു കേസ് പറഞ്ഞു, അതിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തതോ അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് കുട്ടികളെ അതിലേക്ക് പുഷ് ചെയ്യും, അവരുടെ പാഷനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിലേക്ക് കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാതെ അവരതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമ്പം അത് തീർച്ചയായിട്ടും അതൊരു ഞാൻ എൻ്റെ അതായത് മെഡിക്കലിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമുള്ള ആളായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് അത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ്. കാരണം ഞാൻ എൻ്റെ പാരൻസ് അല്ലെങ്കിൽ ആരെങ്കിലും പുഷ് ചെയ്തത് കൊണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യും, പിന്നീട് എനിക്കൊരു പാഷൻ ഇല്ലാത്ത ഏരിയയുമാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനതൊരു ജോലിയായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ പാഷൻ അല്ല സൊസൈറ്റിക്ക് സെർവ് ചെയ്യുക എന്നുള്ളത്. അത് എങ്ങനെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഓരോ മനുഷ്യന്മാരുടെ ലൈഫ് വെച്ചിട്ടാണ് അവരുടെ പിന്നീടുള്ള പിന്നെ അവരുടെ ഒരു ഡെയിലി ലൈഫ് പോകുന്നുണ്ടാവുക. അപ്പം ഈ പാഷൻ കണ്ടെത്താനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള മെക്കാനിസം, അതിനെ ഗൈഡ് ചെയ്യാനോ ഇപ്പോഴും ഞാൻ ഈ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് അങ്ങനെ തൊട്ടടുത്ത ദിവസം പോലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പ്രൈമറി എഡ്യൂക്കേഷനിൽ അതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മെക്കാനിസം ഇപ്പോൾ ഇല്ല. ഇനി അതല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടെത്തി കൊടുക്കുന്ന കുറച്ച് പഴയ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എങ്കിൽ പോലും അതൊന്നും എഫക്റ്റീവായിട്ടോ അല്ലെങ്കിൽ അത് അത്രത്തോളം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന രീതിയിലോ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പം ആ മെക്കാനിസം ശരിക്ക് അതൊരു വലിയ ഇന്നോവേഷനായിട്ട് വരേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു ഏരിയ വലിയ രീതിയിൽ ആരും ടാപ്പ് ചെയ്തിട്ടില്ല. പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം ഇന്ന ഗൈഡൻസ് കൊടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ, കരിയർ ഗൈഡൻസിൻ്റെ മറ്റും. പക്ഷേ ഇമ്പാക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഇന്ന് ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലില്ല. അപ്പം ആ ഒരു ഏരിയ നല്ല രീതിയിൽ മാറേണ്ടതുണ്ട്. ഇനി ഇതേപോലെ പാരൻസിൻ്റെ അവയർനെസ്സിൽ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് കുട്ടികളുടെ മുമ്പൊക്കെ നമുക്ക് ഡിഗ്രി കോഴ്സിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നത് കൂടുതലും പാരൻസ് ആയിരുന്നു. അതായത് പാരൻസ് ഡിസൈഡ് ചെയ്യുന്നത് മക്കൾ പിന്നെ എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അതിൽ വലിയൊരു മാറ്റം, അതായത് ഒരു 70% കുട്ടികൾ ഡിസൈഡ് ചെയ്യുന്നു, അതിനെ പാരൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് നമുക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. പക്ഷേ അത് കുട്ടികൾക്ക് ഗൈഡൻസ് ഇല്ലാത്തത് എന്നെ പലരും കാണാൻ വരായിരുന്നു. കുട്ടികൾ പൊതുവേ ഞാൻ ഈ ഒരു സെക്ടറിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് കാണാൻ വരും. അപ്പോൾ അവരുടെ പാഷൻ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാതിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗം, ആ ഒരു ഏരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് സൊല്യൂഷൻ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പല സൊല്യൂഷൻ ഉണ്ട്, പക്ഷേ അതിനെ ഇമ്പാക്റ്റ്ഫുള്ളി പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അത് നമുക്ക് ചെയ്താൽ വലിയൊരു മാറ്റം, ഈ പറയുന്ന ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് അവൻ്റെ പാഷൻ അനുസരിച്ച് എത്തിയാൽ അതിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്, അത് പ്ലസ് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വലിയ മാജിക്സ് നടക്കുന്നതാണല്ലോ. നമ്മൾ ഒരു ജോലിയായിട്ട് ചെയ്യുന്ന സംഭവവും പാഷനോട് കൂടി ചെയ്യുന്ന സംഭവവും വലിയ മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതനുസരിച്ച് കുറച്ച് കൺസെപ്ച്വലി അതിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ കൂടുതൽ പേരും എഡ്യൂക്കേഷൻ എന്നുള്ള ആ വേർഡിനെ സ്കൂളിംഗ് എന്ന ഒരു രീതിയിലാണ് മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ നമ്മൾ എഡ്യൂക്കേഷനിസ്റ്റുകളൊക്കെ പുസ്തകങ്ങളും റിസർച്ചൊക്കെ വായിച്ചാൽ മനസ്സിലാവും കൺസെപ്ച്വലി എഡ്യൂക്കേഷനും സ്കൂളിങ്ങും മാറ്റമുണ്ട്. ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരാളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു എന്താ പറയുക ഒരു മാറ്റം, അയാൾക്ക് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവുന്നു, കുറച്ച് പിന്നെ
ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ കഴിയുന്നു, പിന്നെ ഇൻഫോംഡ് ആയിട്ടുള്ള ചോയ്സ് എടുക്കാൻ കഴിയുന്നു. ഈ രീതിയിൽ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമേ എഡ്യൂക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിൽ എത്രത്തോളം എഡ്യൂക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വെറും അതൊരു സ്കൂളിംഗ് സർട്ടിഫിക്കേഷൻ എന്ന ഒരു രീതിയിലേക്ക് മാത്രമാണോ പോകുന്നത് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞല്ലോ. അപ്പോൾ അതിലുള്ള ഓരോ ഹയർ ഓർഡർ സ്കില്ലുകൾ, ഏറ്റവും മുകളിൽ ക്രിയേറ്റിവിറ്റി വരെ എത്തി നിൽക്കുന്ന ഈ ഒരു ഹയർ ഓർഡർ സ്കില്ലുകൾ, ഈ സ്കില്ലുകൾ എത്രത്തോളം സ്കൂളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ പിന്നെ സിലബസിലാണെങ്കിലും ഈ ഇതിൽ പറഞ്ഞ ഓരോ സ്കില്ലുകളെ നെർച്ചർ ചെയ്യാനുള്ള എന്തൊക്കെ സ്ട്രാറ്റജികൾ, എന്തൊക്കെ ആക്ടിവിറ്റീസുകൾ നമ്മളെ പിന്നെ സ്കൂളിംഗ് സിസ്റ്റത്തിലുണ്ട് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കണം. അപ്പോൾ നമ്മളത് എഡ്യൂക്കേഷനെ വെറും സ്കൂളിംഗ് എന്ന ഒരു രീതിയിൽ മാത്രം എടുക്കുമ്പോഴാണ് കരിയർ ഓറിയൻറ്റഡ്, പിന്നെ പെട്ടെന്ന് ജോബ് കിട്ടാവുന്ന, നല്ല മോണിറ്ററി ബെനിഫിറ്റ്സ് ഉള്ള ആ ഒരു പിന്നെ കോഴ്സുകൾ സെലക്ട് ചെയ്യുക, ആ ഒരു നാരോ തിങ്കിങ്ങിലേക്ക് പാരൻസ് ആണെങ്കിലൊക്കെ എത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് ഈ ജോബ്, അല്ലെ ബിയോണ്ട് കരിയർ, ഒരാളുടെ ലൈഫിനെ തന്നെ പിന്നെ എന്താ പറയുക ഡിസൈൻ ചെയ്യുന്ന, അതിനെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ട്, ഒരു ഫിനോമിനായിട്ട് മാറേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്കൂളിങ്ങിനെ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ പാരൻസും ഒരു ജനറേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു രീതിയിലുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഈ ഒരു മേഖലയിൽ വരുത്താൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും. അതുപോലെ പിന്നെ അവരെ ഈ എക്കണോമിയിൽ അഥവാ ജോബ് എക്കണോമിയിൽ, ജോബ് മാർക്കറ്റിൽ അവരെ എക്യുപ്പ് ചെയ്യുന്ന കോഴ്സുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവർ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. മറ്റൊന്ന്, അതിനോട് പാരലലായിട്ട് അവരുടെ ഒരു ട്രൂ സെൽഫിനെ റിഫ്ലക്റ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാവുന്ന സ്കില്ലുകൾ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പിന്നെ ടാലൻറ്റുകൾ അവർക്ക് നൽകുന്ന കോഴ്സുകൾ കൂടി ഉണ്ടാവേണ്ടത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, ഒരാളുടെ എങ്ങനെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരാളുടെ പിന്നെ എങ്ങനെ എംപത്തറ്റിക് ആവണം, പിന്നെ അതുപോലെ അവരുടെ ഇൻട്രാപേഴ്സണൽ സ്കിൽസ്, മറ്റു പിന്നെ സോഫ്റ്റ് സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ആ രൂപത്തിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ കൂടി പിന്നെ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അവർക്ക് നല്ല മാനേഴ്സ് എങ്ങനെ പിന്നെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നല്ല ബിഹേവിയർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, ഇത്തരം കാര്യങ്ങൾ പിന്നെ ഒരു പാരലലായിട്ട് സ്കൂൾ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ പല പിന്നെ ഓർഗനൈസേഷൻ, പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ പിന്നെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ അവരുടെ സർവീസ് സെക്ടറിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ ആഡ് ഓൺ കോഴ്സുകൾ, അല്ലെങ്കിൽ അതിനുള്ള പിന്നെ പാരലലായിട്ടുള്ള ചില അപ്സ്കില്ലിംഗ് സെക്ടറുകൾ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മൈസൂർ ഇൻഫോസിസ് അവരുടെ പിന്നെ നേരത്തെ എൻജിനീയറിങ് ചെയ്തെല്ലാം അവരുടെ കമ്പനിയിൽ ഓൺബോർഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവരെവിടെയാണോ ലാക്ക് ചെയ്യുന്നത് അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കോഴ്സുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആമസോണിലും പിന്നെ ധാരാളം സ്കിൽ ബിൽഡർ കോഴ്സുകൾ, പ്ലാറ്റ്ഫോമുകളുണ്ട്, പിന്നെ ലേൺ പ്ലാറ്റ്ഫോമുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആമസോൺ അവരുടെ ഫോക്കസ് ഇപ്പോൾ ഇ കോമേഴ്സിൽ നിന്ന് പിന്നെ AI-യിലേക്കും അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് ആ ഒരു ഏരിയയിലേക്ക് മാറിയത് കൊണ്ട് ഇപ്പോൾ ഏതൊരു ആമസോണിയനും പിന്നെ ആ രൂപത്തിൽ പഠിക്കാവുന്ന, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും ഉണ്ടാവുന്ന, അതും അതിൽ ആഴത്തിൽ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. പിന്നെ സ്പെഷ്യൽ കാറ്റഗറി വൈസ് ആണെങ്കിൽ അങ്ങനെ പഠിക്കാം. ഫോർ എക്സാമ്പിൾ AI ഫോർ കോർപ്പറേറ്റ്സ്, അല്ലെങ്കിൽ AI ഫോർ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ AI ഫോർ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ്, AI ഫോർ ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസ്, ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിൽ പഠിക്കുന്ന കോഴ്സുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ ഗവൺമെൻറ് തലത്തിലുള്ള പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിത്വ വികസന സംബന്ധമായിട്ടുള്ള അതിന് ഉതകുന്ന കോഴ്സുകൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇതിൽ പിന്നെ നമ്മുടെ നാട്ടിൽ NEP 2020 ഭാഗമായിട്ട് സ്കിൽസ് യൂണിവേഴ്സിറ്റീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, നേരത്തെ നമ്മുടെ സാധാ സിസ്റ്റത്തിൽ BVOC വന്നിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നത് 60% ഹയർ എഡ്യൂക്കേഷൻ ഭാഗത്താണ് 60% അപ് ടു 70% വരെ സ്കിൽസും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ നോളജും എന്നുള്ള ഭാഗത്ത് ആ ഒരു മോഡൽ വന്നിരുന്നു. ഇന്ന് അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസ് അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം
അതും ഇതിനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളതിലാണ് വീണ്ടും നമ്മളുടെ ഒരു ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ വീണ്ടും അതിൻ്റെ പിന്നെ സ്ഥാപികന്മാരും മറ്റൊക്കെ വരുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ എന്താവുന്നുണ്ട്, അല്ലെങ്കിൽ പഴയ ഒരുപാട് ലെഗസി ഉള്ള ആളുകൾ തന്നെയാണ് വീണ്ടും ആ ഒരു വിഭാഗത്തിലേക്കും അവരുടെ യൂണിവേഴ്സിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതിൽ മാറ്റങ്ങൾ വരുന്നതിൽ വലിയ പ്രയാസം, അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണോ എന്നുള്ളത് നമുക്ക് വീണ്ടും പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത്. ഇതോട് ബന്ധപ്പെട്ട് തന്നെ NEP 2020 അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ഏകദേശം പാർഷ്യലി ഇംപ്ലിമെൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വലിയൊരു തടസ്സം, ഹാർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള കുറേ പ്രൊപ്പോസൽസ് NEP-ലുണ്ട്. പക്ഷെ അതേ സമയം തന്നെ അത് ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ സ്കൂളിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചേഴ്സ് മാത്രമല്ല, പാരൻസിനും എന്തുണ്ട്, ഒരു കുട്ടിയുടെ പഠനത്തിൽ വലിയ സേ ഉണ്ട്. അപ്പോൾ ഈ ഒരു എൻ്റയർ എക്കോസിസ്റ്റം ഈ NEP-യുടെ പ്രപ്പോസൽസിനെ വെൽക്കം ചെയ്യാൻ, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറാവേണ്ടതുണ്ട്. അതിന് കുറേ ടൈം എടുക്കുന്നതാണ് എഡ്യൂക്കേഷനിസ്റ്റുകൾ പറയുന്നത്. വളരെ അത് നമുക്ക് എഡ്യൂക്കേഷൻ സംഭവങ്ങളൊക്കെ വളരെ ടോപ്പ് ഡൗൺ ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ നമ്മളൊരു പോളിസി ലെവലിലുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ടോപ്പ് ഡൗൺ ആയിട്ട് വരുന്നതാണ്. പക്ഷേ ബോട്ടം അപ്പ് ആയിട്ടുള്ള അപ്രോച്ച്, അതായത് ഈ ഒരു എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തുനിന്നും ഇങ്ങനെ ഒരു പാരഡൈം ഷിഫ്റ്റ്, എല്ലാ ഇതിലും അവരിതുവരെ എഡ്യൂക്കേഷനെ കൺസീവ് ചെയ്തതിൽ നിന്ന് മാറ്റമായിട്ട് വേറൊരു രീതിയിൽ കൺസീവ് ചെയ്താൽ മാത്രമേ ഈ ഒരു എഡ്യൂക്കേഷൻ NEP-യുടെ പുതിയ പ്രപ്പോസൽസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ രംഗത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളിപ്പോഴും എന്താ പറയുക, ഒരു പിന്നെ ചെറിയ ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൊണ്ടാണ് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ രീതിയിലല്ല ഇത് മാറേണ്ടത്. ഇപ്പം കുറേ കൂടെ മാറ്റങ്ങൾ, ഇപ്പം സ്കൂളിങ്ങിൽ പോലും സ്കൂൾ ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു US-ലാണ് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള, അതായത് 2 മണിക്കൂർ സെൽഫ് ലേണിംഗ്, പിന്നീട് കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി, അവർ സ്വന്തമായിട്ട് റൺ ചെയ്യുന്നു, അവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന രീതിയിൽ സ്കൂളിംഗ് മുതൽ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള കോൺസെപ്റ്റുകളും മറ്റുമൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ബേസിക് റൂട്ടിൽ നിന്നും മാറ്റങ്ങളെ ചിന്തിക്കണം എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമാണ്. ഇനി എൻ്റെ പേഴ്സണലായിട്ടുള്ള അതിലൊരു ഒപ്പീനിയനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ട്രഡീഷണലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ വരുന്ന ഒരു 10 വർഷം കൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ വരുന്ന റാഡിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ, ആ സെക്ടറിന് അത് അഡാപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 60% ഓഫ് നമ്മുടെ യൂണിവേഴ്സിറ്റീസും ഷട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഒരുപാട് ഇന്ന് നാട്ടിൽ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം എനിക്കൊന്ന് ഈ കഴിഞ്ഞ ഒരു 4 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു 100ൻ്റെ അടുത്തോളം, ഞാൻ അറിയാവുന്നത് ഒരു 20+ ആയിരിക്കാം, പക്ഷെ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അത്രയും കൂടുതൽ പുതിയ വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റുകളും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളും വന്നിട്ടുണ്ട്. അപ്പം ഇത് മാറുക എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ അനിവാര്യമായിരിക്കും. പക്ഷേ പിന്നെ മാറിയില്ലെങ്കിൽ അത് വലിയ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു രീതിയിലായിരിക്കും അത് പ്രതിപാദിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടെയാണ്. അതെ, തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്തിരിക്കുന്നവർ, അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ ഓട്ടോണമസ് കോളേജുകൾ, മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, അവർ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാം. നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ആളുകളില്ല, കുട്ടികൾ വരുന്നില്ല. ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി അബ്രോഡ് പിന്നെ ആ ഒരു ട്രെൻഡാണ്. മറ്റൊന്ന് ഈ പറയപ്പെട്ടതുപോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവിടെ കാണുന്നില്ല. ഇത് ഈ കോഴ്സ് എടുത്താൽ എനിക്ക് എന്തുണ്ടാവും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പിന്നെ മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടികൾ അവർക്കോ അഥവാ അധ്യാപകർക്കോ അല്ലെങ്കിൽ കോളേജ് അധികൃതർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ നേരത്തെ പിന്നെ സൂചിപ്പിച്ച പ്രകാരം ഒരു പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് തുടർന്നുള്ള ട്രെയിനിങ് ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാവണം. അത് ടീച്ചേഴ്സിനായാലും ഇതിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സിനായാലും കൃത്യമുള്ള ട്രെയിനിങ് നടക്കണം. എന്നാലേ അത് പിന്നെ പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. ഇത് ആസൂത്രണം ചെയ്യുന്നവർക്ക് നല്ല ലക്ഷ്യങ്ങളും പിന്നെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയാസും ഉണ്ടായിരിക്കും. പക്ഷേ ഇത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നടക്കണം, അതുപോലെ പിന്നെ അതിനുള്ള ഫോളോ അപ്പുകൾ നടക്കണം. എന്നിരുന്നാലേ കൃത്യമായിട്ട് ഒരു പിന്നെ അടുത്തൊരു 30 വർഷത്തിന് ശേഷമുള്ള തലമുറയിൽ, അല്ലെങ്കിൽ ഒരു 30 വർഷത്തിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് ശരിക്കും കാണാൻ കഴിയുള്ളൂ. ആ രൂപത്തിൽ കുട്ടികളെ എക്വിപ്പ് ചെയ്യുന്ന ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ പിന്നെ ട്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ ഇന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കണം. ഇൻ ദി സെൻസ് പിന്നെ അവർ ആ രൂപത്തിൽ കുട്ടികൾക്ക് വിഷയം നൽകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് അവരോട് സംസാരിക്കാൻ കഴിയുന്ന, അവരുടെ ഭാവിയിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന
അവരുടെ പിന്നെ പാഷൻ എന്താണ്, അവരുടെ അഭിരുചി എന്താണ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അതനുസരിച്ച് അവർക്ക് എങ്ങനെ കമ്മ്യൂണിറ്റിയിലേക്ക് കാറ്റർ ചെയ്യാൻ കഴിയും, ആ രൂപത്തിൽ പിന്നെ നൽകാൻ കഴിയുന്ന അധ്യാപകർക്കും. അതും പിന്നെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ ഒരു ട്രെൻഡാണ്, അഥവാ പിന്നെ ഇപ്പോൾ ഒരു നല്ല ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ പിന്നെ കുറച്ച് വർഷത്തേക്ക് അവർ ഹയർ ചെയ്യും. പിന്നെ നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഹയർ ചെയ്തുകൊണ്ട് അവരൊരു കുറച്ച് നേരം അധ്യാപകരുടെ റോളിലായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അവരിൽ നിന്നുള്ള ഒരു പിന്നെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് വിദ്യാർത്ഥികൾ കൂടി കിട്ടുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് അനുഭവവേദ്യമാവും. അപ്പോൾ ആ രൂപത്തിൽ പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ന് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുവഴി വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സ്പീരിയൻസിലൂടെ പിന്നെ ശരിക്ക് നല്ല അവരുടെ ഭാവി എന്തായിരിക്കും അവർക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഈ പെർസെപ്ഷൻ എന്നുള്ള നേരത്തെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ സോഷ്യൽ മീഡിയയും മറ്റിൻ്റെയും എല്ലാ ഒരു ഇൻഫ്ലുവൻസിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ, അത് പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളിലേക്കും മറ്റുമൊക്കെ കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രഡീഷണൽ മെക്കാനിസത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചും കുട്ടികളും അല്ലെങ്കിൽ പാരൻസും ബോധ്യം വരുന്നതും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ, അത് നമുക്ക് ഈ കഴിഞ്ഞ കുറേ വർഷം, ഒരു 3-4 വർഷം കൊണ്ട് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റം. അതായത് നേരത്തെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യങ്ങളല്ല ഇന്ന് പാരൻസ് ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നേരത്തെ ഇതെന്ത് പരിപാടിയാണ്, അല്ലെങ്കിൽ അത് ആ രീതിയിൽ ചോദിക്കുന്നതിന് മാറിയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് മാറി മാറി വരുന്നുണ്ട്. അപ്പം അത് നേരത്തെ ഒരു പോയിന്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഈ പറയുന്ന ഫാക്കൽറ്റീസിൻ്റെ കേസിൽ തീർച്ചയായിട്ടും ഈ എക്സിസ്റ്റിംഗ് ഫാക്കൽറ്റീസിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിസർച്ച് PhD ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ റിസർച്ച് കംപ്ലീറ്റ് ആക്കുന്നത് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലുള്ള ഒരു മെക്കാനിസത്തിലൂടെയാണ്. അതായത് ഞാൻ എൻ്റെ റിസർച്ച് തിസിസ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് മെൻറ്ററെ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഇതേ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തിയുടെ അണ്ടറിലായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ എൻ്റെ സബ്ജക്റ്റിലും അതിലും മറ്റെല്ലാം ചെയ്യുന്ന സമയത്ത് ഇയാളുടെ അല്ലെങ്കിൽ അതായത് ആ ഒരു മെൻറ്ററുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണ്. അപ്പം ആൾക്ക് അലൈൻ ആവുന്ന ആളുടെ തോട്ട് പ്രോസസ്സിന് കറക്റ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം വീണ്ടും പഴയ മെക്കാനിസത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ഒരുപാട് റിസർച്ച് അതായത് ഈ PhD കംപ്ലീറ്റ് ആകുന്ന ആൾ പറയാറുണ്ട്, എൻ്റെ മെൻറ്ററുടെ കാരണം കൊണ്ട് പല സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ പല ടോപ്പിക്കിലും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സിനെ വീണ്ടും മാറ്റി അതിലേക്ക് അലൈൻ ചെയ്ത് പഴയ മെക്കാനിസത്തിൽ തന്നെ വീണ്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ഈ മെക്കാനിസത്തിലൂടെ വരുന്ന അല്ലെങ്കിൽ അതിലൂടെ ട്രെയിൻ ചെയ്ത് വരുന്ന ആളുകളാണ് ഒന്ന് ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക PhD ഹോൾഡേഴ്സ്. ഈവൻ അതിൻ്റെ ടോട്ടൽ കൗണ്ട് എടുത്താൽ പോലും ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം ഹയർ എഡ്യൂക്കേഷൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ പഠിച്ചതുകൊണ്ട് പറയുന്നതാണ്. അതായത് 5 കോടിയോളം കുട്ടികളാണ് നമ്മളുടെ അപ്രോക്സിമേറ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫാക്കൽറ്റീസ് ഇറങ്ങുന്നില്ല. റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:50, എനിക്ക് തോന്നുന്നു 40 lakhs അങ്ങനെ എന്തോ ആണ് ഉള്ളത്. അതായത് 1:50 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. ഒരിക്കലും ഫുള്ളായിട്ട് ആ രീതിയിൽ നമുക്ക് മാറ്റാം എന്നുള്ളത് പോസിബിൾ അല്ല. 2, അത് മാറ്റുന്നത് ഒരിക്കലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല. അത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ടറിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് വീണ്ടും ആ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റങ്ങളെ അഡോപ്റ്റ് ചെയ്യാതെ വീണ്ടും, അതായത് ഇവർ വരുന്നൊരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഞാനതിനെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷേ ഈ ഒരു മെക്കാനിസം കഴിഞ്ഞ് വീണ്ടും ഡയറക്റ്റായിട്ട് ടീച്ചിങ്ങിലൂടെ ആയിരിക്കും കൂടുതലും ഇത്തരം ഒരാളുകളുടെ ഒരു അംബിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ ടീച്ചിങ് ആയിരിക്കും, പിന്നെ വീണ്ടും റിസർച്ച് ആയിരിക്കും, അങ്ങനെ ആ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവർ വരുന്നതും ഈ ഒരു ഇൻഡസ്ട്രി കാണാതെ അല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചും പറയാതെ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്നുകൊണ്ട് അതിനെ മാത്രം പഠിപ്പിച്ച് അതിലെ വലിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന റിസർച്ച് ചെയ്യുമ്പോഴും വലിയ മാറ്റങ്ങൾ എത്രത്തോളം കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലും സ്ലോ ആണ് എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ അത് കുട്ടികൾക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട, അതായത് നമ്മളൊരു ലേണിംഗ് ഔട്ട്കം എപ്പോഴും ഡിഫൈൻ ചെയ്യും എന്തായിരിക്കണം എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്യുമ്പം എന്താണ് ഫൈനലി ഒരു അച്ചീവ്മെൻറ്റ്, ഇപ്പം ഒരു പ്രോഗ്രാം ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് ഒരു പിന്നെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ബിസിനസ് അക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പിന്നെ സെൽഫ് ലേണർ ആയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടതെന്ന് ചുമ്മാ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ ദിവസവും നമ്മൾ ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന ആ രീതി ട്രഡീഷൻ, അതായത് തിയറിയുടെ അപ്പുറത്തേക്ക് അവർക്ക് അതിലേക്ക് ഈ പറയുന്ന ബ്ലൂംസ് ടാക്സോണമിയുടെ ആ ഒരു റേഷ്യോയിൽ ഈ രണ്ടിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്ക് കൊടുക്കാൻ ഇവർക്കറിയില്ല. ഞാൻ അപ്ലൈ ചെയ്യാത്ത സാധനം ഞാൻ അനലൈസ് ചെയ്യാത്ത സാധനം അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാത്ത സാധനം എനിക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റാം?
അപ്പം അതിൻ്റെ ആ ഒരു ഐ മീൻ കോൺസെപ്റ്റുകൾ ഡെഫിനറ്റ്ലി, അതായത് ഞാൻ എല്ലാത്തിനെയും അല്ല പറയുന്നത്, കോൺസെപ്റ്റുകൾ കൊടുക്കുന്നതിൽ കൃത്യമായിട്ട് നമുക്ക് അത് വായിച്ചാലും മനസ്സിലാക്കിയാലും കൊടുക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഒരു എബിലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്കതിനെ എവിടെയെങ്കിലും പോയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എബിലിറ്റി ഉണ്ടായിരിക്കണം. സ്കില്ല് എന്ന് പറയുന്നത് നമുക്കത് ഉപയോഗിക്കാൻ അറിയാവുന്നുണ്ടാവും. ഒരു പിന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ പിന്നെ ഇത് കാണുന്ന ആളുകൾക്കും കൂടെ വേണ്ടിയിട്ട്, അതായത് നമുക്ക് സൈക്കിളാണെന്നുള്ള അറിയാം, സൈക്കിളിൻ്റെ പെഡലാണ് ടയറാണെന്ന് അറിയാം, അതിന് നോളജ് എന്ന് പറയാം. സ്കില്ല് എന്ന് പറയുന്നത് അത് ഓടിക്കാൻ അറിയുന്ന സ്കില്ലാണെന്നറിയാം. ഇനി ഒരു ഹർത്താൽ വരുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ എടുത്താൽ പ്രശ്നമില്ലാതെ അങ്ങാടി പോയിട്ട് തിരിച്ചു വരാം എന്നുള്ളതിനാണ് എബിലിറ്റി എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു എബിലിറ്റി അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് എത്രത്തോളം സാധിക്കും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട്. അപ്പം അവിടെ ഇത്തരത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേറ്റിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി എക്സ്പോഷറുള്ള ആളുകൾ കൃത്യമായിട്ട് വരുന്ന അതിനെ ഡിഫൈൻ ചെയ്യുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ എക്സ്പോഷർ കൊടുക്കുകയും പ്ലസ് അതിലേക്ക് റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള എക്സ്പോഷർ കൊടുക്കുന്ന ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാവുന്ന കാര്യങ്ങളെ അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം വലിയ മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ ചെയ്യുന്ന മാറ്റങ്ങളിൽ കുറച്ച് അങ്ങനെ ആ രീതിയിലാണ് അതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരിക എന്നുള്ളത് ഭയങ്കരമായിട്ട്, അതായത് നമുക്ക് എന്താ പറയുക, ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ NEP 2020 എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ നമുക്ക് രണ്ട് പുതിയ, ഇതുവരെ ട്രഡീഷണലി BVOC ഉണ്ടായിരുന്നു, അതിനപ്പുറത്ത് ഇപ്പോൾ നമുക്ക് AIDP അപ്രന്റീസ്ഷിപ്പ് എംബഡഡ് ഡിഗ്രി പ്രോഗ്രാം, അതുപോലെ തന്നെ വിൽപ്പ് വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിൽപ്പ് ആകുന്ന സമയത്ത് കുറച്ചുകൂടി ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. AIDP ആകുന്ന സമയത്ത് ഫ്രഷേഴ്സിനും വിത്ത് 50% ഇൻഡസ്ട്രി എക്സ്പോഷർ അത് നിർബന്ധം. ഈ രണ്ട് കോഴ്സിന് 50% ഇൻഡസ്ട്രി എക്സ്പോഷർ നിർബന്ധം. അപ്പോൾ ആ രീതിയിലുള്ള പ്രോഗ്രാംസുകളൊക്കെ ഇപ്പോൾ ഇന്ത്യയിലും വരുന്നുണ്ട്. പിന്നെ ധാരാളം അപ്സ്കില്ലിങ് ഷോർട്ട് ടേം ഡിപ്ലോമ പ്രോഗ്രാം, ഇപ്പോൾ നമുക്കറിയാം PGP എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. അത് ഓൾറെഡി വർക്കിംഗ് ഉള്ളവർക്ക് അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി, കാരണം അവർ ഇനി പഠിച്ചു കഴിഞ്ഞ് അവർ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എക്കോസിസ്റ്റം എൻ്റർലി ഡിഫറെൻറ്റാണ്. അവർ പഠിക്കുമ്പോൾ നമുക്കറിയാം എഡ്യൂക്കേഷനിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും സിലബസ് ആണെങ്കിലൊക്കെ 5-10 വർഷം മുമ്പ് റിസർച്ച് ചെയ്ത് ഇതാക്കിയത്. അപ്പോൾ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഒരു ഇൻഡസ്ട്രി റെഡി ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് ഇത്തരം AIDP വിൽപ്പ് ഷോർട്ട് ടേം സ്കിൽ പ്രോഗ്രാംസ് ധാരാളമായിട്ട് പിന്നെ ഇപ്പോൾ NEPയുടെ ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം കോഴ്സുകൾ ഇപ്പോൾ ഓർഗനൈസേഷൻസ് കമ്പനികളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആമസോണിലെ ഒരു പ്രോഗ്രാം ഉണ്ട്, വിമൺ ഇൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാം. അത് പിന്നെ സെലക്റ്റഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളിൽ നിന്ന് പിന്നെ അത് ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്, കുറച്ച് ലോങ് ആണ്. പിന്നെ അത് പ്രത്യേകിച്ച് വളരെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയാണ് പിന്നെ അവർ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അവരെ പിന്നെ ഈ ഇന്റേൺഷിപ്പ് പോലെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നെ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. മറ്റൊന്ന് പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ വളണ്ടിയറിങ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ വർഷവും ഒരു വളണ്ടിയറിങ് മന്ത് തന്നെയുണ്ട്. അത് ആമസോണിലെ മെയ് മന്താണ് സാധാരണ അങ്ങനെ ചെയ്യാറുള്ളത്. അത് സ്കൂളുകളിൽ പോയിട്ട് കൃത്യമായിട്ട് പിന്നെ നമ്മുടെ അനുഭവങ്ങളും അതുപോലെ അവരുടെ ലേണിംഗ് പ്രോസസ്സിലും ഭാഗമാക്കാവുന്ന നല്ലൊരു അനുഭവമായിരിക്കും അത്. പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിനും നല്ലൊരു അനുഭവമായിരിക്കും, സ്റ്റുഡൻസിനും നല്ലൊരു അനുഭവമായിരിക്കും വിശേഷിച്ചും. അപ്പോൾ അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങൽ സംഗതികൾ ഇൻഡസ്ട്രികളും അതുപോലെ സ്കൂളുകളും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും ചേർന്നുകൊണ്ട് ഗവൺമെൻറ് നേതൃത്വത്തിൽ കൊണ്ടുവന്നാൽ അത് വലിയൊരു വിപ്ലവം തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് അത് ഈ പറയുന്നത് പോലെ പിന്നെ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു വലിയ കാര്യമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അവർക്കും പേഴ്സണലി ഏതൊരു വ്യക്തിക്കും ഈ പറയുന്നത് പോലെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് പൊതുവേ ഒരു താല്പര്യമുള്ളത്. നമുക്ക് നമ്മൾ ആരെ വിളിക്കുന്ന സമയത്തും ഒരു ക്ലാസ് എടുക്കാനാണെന്നുള്ള രൂപത്തിലാകുന്ന സമയത്ത് പൊതുവേ എല്ലാവർക്കും അത് ചെയ്യുന്നതിൽ സൊസൈറ്റിയോട് ചെയ്യുന്ന ഒരു ഇതായിരിക്കാം. അത് കൂടാതെ അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു പിന്നെ ഗ്രോത്തിന് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്ത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണല്ലോ കൂടുതൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് കാണുന്നുണ്ട്. അതിനെ ശരിക്കും ഈ പറയുന്നത് പോലെ ഒരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ അത്തരത്തിലുള്ളൊരു പ്ലാൻ കൊണ്ടുവരാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റമായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം അത് വലിയ രീതിയിലുള്ള അതും ശരിക്കും വലിയ മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ പറയുന്ന മാറ്റമല്ല, അതിനെ നേരത്തെ പറഞ്ഞതുപോലെ
0 to 1 അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ തോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു അത്യാവശ്യമായിട്ടുള്ള, അതും ഗവൺമെൻറ് കൃത്യമായിട്ട് ഇടപെട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ, കാരണം എന്തായാലും അത്തരത്തിലുള്ളൊരു വലിയ മെക്കാനിസം ഗവൺമെൻറ്റിനുണ്ട്, അത് എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വലിയ കാരണമാവുന്നുണ്ട്. അപ്പം അതിനെ ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ, ഈ രീതിയിലുള്ള കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു എക്കണോമിക്കൽ ഗ്രോത്ത് തന്നെ സാധ്യമാക്കാൻ കൊണ്ടുവരും എന്ന്. അതിപ്പോൾ കൊറിയയുടെ ഒരു എക്സാമ്പിൾ പറയാറുണ്ടല്ലോ, അതായത് ഇന്നോവേറ്റേഴ്സ് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺട്രി കംപ്ലീറ്റ്ലി മാറി. ഇപ്പം പിന്നെ സാംസങ് ആവട്ടെ, ഇത്തരത്തിലുള്ള പല ബ്രാൻഡുകളും ലോകത്തേക്ക് കൊണ്ടുവരുന്ന അവിടെ നിന്നാണ്. അപ്പം അതിൽ ഇന്നോവേറ്റേഴ്സിന് അവരൊരു സമയത്ത് കൃത്യമായിട്ട് ആദ്യം ലേബേഴ്സിനായിരുന്നു അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നീട് അത് ഇന്നോവേറ്റേഴ്സിനെ കൊണ്ടുവരികയും ആ ഇന്നോവേഷൻ ഓൺടർപ്രണർഷിപ്പിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യും, ആ റിസർച്ചിലേക്ക് വലിയ രീതിയിലുള്ള ഫണ്ട് അവർ ഗവൺമെൻറ് നിന്ന് മാറ്റി വെക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ആ രാജ്യം ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത്, നമ്മൾ ഇപ്പോഴും 15 എത്രയായിരുന്നു നമ്മളുടെ ട്രില്യൺ എക്കോണമി ആയിട്ട് നിൽക്കുന്ന സമയത്തും അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയിലുള്ള ട്രില്യൺ അവർക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇന്ന് ചൈനയും ആ രീതിയിൽ എന്താകുന്നുണ്ട്, പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിൻ്റെ ഗ്രോത്ത് ഫാക്ട് നമ്പേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ താഴെയാണ് നമ്മളിപ്പോഴും കിടക്കുന്നത്. അപ്പം ആ രീതിയിലും നമ്മുടെ എക്കണോമിയെ മാറ്റണമെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഇനി ഈ രീതിയിൽ പ്രൈവറ്റുകൾ വരുന്ന സമയത്ത് ഗവൺമെൻറ് ഈ ഒരു ശ്രദ്ധ പുതുക്കാനുള്ളൊരു കാരണമാവാം. ഇനി അതുപോലെ തന്നെ ഇനി വന്നില്ലെങ്കിൽ ഈ പ്രൈവറ്റ് സെക്ടറിലൂടെ വരുന്ന മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല രീതിയിലായിരിക്കും നാളെ എക്കണോമിയെ ബാധിക്കുന്നുണ്ടാവുക എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ അത് വളരെ പിന്നെ പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങൾ എഡ്യൂക്കേഷനിൽ വരുന്നുണ്ടെന്ന് പറയുന്ന സമയത്തും ഒരു ക്രിട്ടിക് ആയിട്ട് നിലനിൽക്കുന്നത് എത്രത്തോളം ഇത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള പിന്നെ ജോലിക്കാരെ ഗ്രാജുവേറ്റ്സിനെ ഉണ്ടാക്കൽ മാത്രമാണോ, അല്ലെങ്കിൽ അവരെ എത്രത്തോളം ഇനി മാറുന്ന ഒരു ലോകത്ത് ഇമോഷണലി പിന്നെ ഫിറ്റായിട്ടുള്ള സ്വന്തമായിട്ട് ഓട്ടോണമി, ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇല്യൂഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ എത്രത്തോളം ഈ നോളജ് ഇൻഫോർമേഷൻ ഫാൾസ് ആയിട്ടുള്ള ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഇൻഫോർമേഷനൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും അവിടെയൊക്കെ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാനും പിന്നെ ഇൻഫോംഡ് ചോയ്സ് എടുക്കാനും ഒക്കെ പര്യാപ്തമായ എഡ്യൂക്കേറ്റഡ് ആയ സ്റ്റുഡൻസിനെ എത്രത്തോളം ഇന്നുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞതനുസരിച്ച് അവരെ ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആക്കി മാറ്റുക എന്നുള്ള, അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ ഒരു അടുത്തൊരു കാലഘട്ടത്തിൽ കൂടുതൽ ഓട്ടോണമസ് ആയിട്ട് തീരുമാനം എടുക്കാനും ഇതിനൊക്കെ പറ്റിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് പിന്നെ ഒരു കാര്യം, ഇന്നത്തെ കുട്ടികളുടെ ആവശ്യം ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിൽ, അതായത് പെർസെപ്ഷൻ കാരണം തന്നെ മാറിയിട്ടുണ്ട്. അതായത് ഇന്ന് കാണുന്നത് ഈ പറയുന്ന ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആളുകളുടെ ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റിംഗ് കാരണം തന്നെ എനിക്ക് +2 കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഏറ്റവും പെട്ടെന്ന് ജോലിയിലേക്ക് എത്താവുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഞങ്ങൾ ഇപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സർവേ പോലെ കുറച്ച് 10 കുട്ടികളെ ഞങ്ങൾ ഇരുത്തിയിട്ട് ഒരു ആവറേജ് ലെവലിലുള്ള കുട്ടികളുടെ മൈൻഡ് സെറ്റ് അറിയാൻ വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ആരും തന്നെയെന്നല്ല, അതായത് 4 കുട്ടികൾ മാത്രമാണ് ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള 6 കുട്ടികളും ഡിഗ്രി എന്നുള്ള പ്ലാനേ അവർക്കില്ല. അവർക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള പ്ലാൻ എടുത്ത് ഇമ്മീഡിയറ്റ് ഈ ജോബിലേക്ക് പോകണം എന്നുള്ളതാണ് ആ 6 കുട്ടികളുടെയും അവരുടെ ഇപ്പോഴത്തെ ഒരു താല്പര്യം എന്നുള്ളത്. അപ്പോൾ ഈ ലെവലിലേക്ക് എന്താക്കിയിട്ടുണ്ട്, ഈ പറയുന്ന ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഈ പറയുന്ന വെഞ്ചേഴ്സ് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം അത് നല്ലതാണോ അല്ലേ എന്നുള്ളതിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ആ +2 വരെയുള്ള എഡ്യൂക്കേഷനിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ, കാരണം അത്രയും 12 വർഷമാണ് ഒരു കുട്ടി എന്താകുന്നത് അവന് സ്കൂളിങ്ങിൽ പോകുന്നത്, ആ സാഹചര്യത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അവിടെയാണ് മാറ്റങ്ങൾ വരേണ്ടത്. അത് വീണ്ടും നമ്മൾ ഈ പറയുന്ന അനലിറ്റിക്കലും മറ്റ് സ്കില്ലുകളൊക്കെ കൊടുക്കാൻ വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയം ഇത് വേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ആ ഒരു സ്കിൽ സെറ്റ് വേണം. പക്ഷേ അത് പിന്നെ എവിടുന്ന് കൊടുക്കണം എന്നുള്ളതിലാണ് പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനിൽ ഇവിടെ വരണം. അതായത് +2യുടെ മുമ്പുള്ള സമയങ്ങളിലെല്ലാം ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും പിന്നീടുള്ളൊരു സാഹചര്യത്തിൽ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവന് പിന്നെ ഈ പറയുന്ന തീർച്ചയായിട്ടും ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പിന്നെ വരുമാനം വരെയും അവൻ്റെ പിന്നെ ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം അതിലേക്ക് എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത്, അവൻ്റെ പാഷൻ അനുസരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അതിലേക്ക് മാർഗങ്ങളായിട്ടുള്ള സൊല്യൂഷൻസ് വരണം. അതിന് ഷോർട്ട് ടേംസ് ഓപ്ഷൻസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഓപ്ഷൻസ് ആണ്. അത് ഓരോരുത്തരുടെയും ഇപ്പം
നമുക്കറിയാം പിന്നെ ചില കുട്ടികൾക്ക് അവരുടെ ആവശ്യകതയും അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റിയും എല്ലാം ആ രീതിയിലായിരിക്കാം ചിലപ്പം. അപ്പം അത് അവർക്ക് ആ രീതിയിലുള്ള സൊല്യൂഷൻസ് വേണമെന്നുള്ളത് തന്നെയാണ്. അതേസമയം പിന്നെ നമുക്കറിയാം ചിലർ പിന്നെ മുമ്പുള്ളതുപോലെ +2 കഴിഞ്ഞ് പോകുന്നതും പിന്നീട് ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന കുറേ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ PG പോയി കഴിഞ്ഞ് പോകുന്ന കുട്ടികളുണ്ട്. അപ്പം എല്ലാം വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൂടെയും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലുമാണ് എത്തിപ്പെടുന്നത്. അപ്പം നാളെയും നമുക്ക് പിന്നെ എന്താ പറയുക, ചെറിയ ബ്ലൂ കോളേഴ്സ് ജോബ് ചെയ്യുന്ന ആളുകൾ വേണം. അവർ ചിലപ്പം ഒരു ഭാഗത്തു നിന്നായിരിക്കും പോകുന്നുണ്ടാവുക. അതേസമയം ലീഡ് ചെയ്യാനും ഇന്നോവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള ആളുകൾ വരേണ്ടതുണ്ടാവും. അത് ചിലപ്പം അവർ ഡിസൈഡ് ചെയ്യുന്ന അവരുടെ പാഷനും അവരുടെ കപ്പാസിറ്റിയും എല്ലാം കൂടെ അലൈൻ ചെയ്യുന്ന ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ ഡിസൈഡ് ചെയ്യും, അതിനനുസരിച്ച് പോവുകയും പറ്റുക എന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ആ ഒരു ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റുന്നത് തോന്നുന്നു. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റിൽ നിന്നും എൻ്റെ ഒരു ധാരണകളും അതുപോലെ തന്നെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ, അപ്പോൾ നേരത്തെ ഇല്യൂഷൻ്റെ ഒരു പോയിന്റ് പറഞ്ഞു. അതിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ ആ ഒരു പെർസെപ്ഷനെയും മറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് അതിലൊക്കെ മാറ്റം വരുത്തുന്നതിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിനെ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റി നിർത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പം അതിനെ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ റാഷണലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യും. എന്തിന് ഞാൻ ഇത് വാങ്ങണം എന്നുള്ളത് ഒന്നുകൂടെ ആലോചിക്കുകയും അതുപോലെ തന്നെ ഞാനിത് വാങ്ങുന്നത് പിന്നെ പർപ്പസ് ക്ലിയർ ആണെന്നുള്ള ഉറപ്പ് വരുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കാം അവിടെ ചെയ്യാൻ പറ്റുന്നത്. എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതിൽ ഒരു ഏറ്റവും നല്ലൊരു പോയിൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സെൽഫായിട്ടുള്ള റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമ്മളുടെ ഡിസൈഡ് ചെയ്യുക, നമ്മൾ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളതും ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എവിടെ പോകണം എന്നുള്ളതും ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഡിസിഷനാണല്ലോ. ഇതൊരു മനുഷ്യൻ്റെയും പിന്നീടുള്ള ലൈഫിൻ്റെ ഒരു ഗതി മാറ്റാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും. അപ്പം അതിന് കൃത്യമായിട്ട് പ്ലാനിങ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സ്പേർട്ടുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എടുത്തു പോകുന്നത് വലിയ അവൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെ വലിയ രീതിയിൽ പിന്നെ സ്വാധീനിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അതുപോലെ യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ട് കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളത് ആയിരിക്കണം. അത് നമുക്ക് ചുരുക്കത്തിൽ പറയാം. അതിപ്പോൾ അവർ പിന്നെ ചെറിയൊരു സംഗതി പർച്ചേസ് ചെയ്യുന്നത് മുതൽ അവരുടെ ലൈഫിനെ ബാധിക്കുന്ന വലിയ കാര്യങ്ങൾക്ക് വരെ അത്തരം ഒരു റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ കഴിയണം. അപ്പോൾ മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ പിന്നെ അത്തരം അഡ്വർടൈസിങ് ട്രെൻഡുകൾ പല രൂപത്തിൽ മാറാം. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ പറ്റി യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ട് സമീപിക്കാൻ, അതും നമ്മുടെ മുതിർന്നവരോട് പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട്, അതുപോലെ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യമാണെങ്കിൽ അധ്യാപകരോട് ഡിസ്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഏത് രൂപത്തിലുള്ള ഏത് സെക്ടറിലാണെങ്കിലും അതിലെ പിന്നെ എക്സ്പേർട്ടുകളോട് അല്ലെങ്കിൽ ബെസ്റ്റുകളോട് ഡിസ്കസ് ചെയ്തുകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം. അത് പിന്നെ അവരുടെ ഭാവി ജീവിതത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവും. ആ രൂപത്തിൽ തന്നെ അധ്യാപകരും അതുപോലെ മാതാപിതാക്കളും എല്ലാം ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മെൻറ്ററായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗൈഡായിട്ട് മാറാൻ കഴിയണം. അതുവഴി കാരണം അവരായിരിക്കും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ, കൂടുതൽ കാര്യങ്ങളെ ഒന്നുകൂടി പിന്നെ ലാർജർ ഫ്രെയിമിൽ കാണാൻ കഴിയുന്നവർ. വിദ്യാർത്ഥികൾ അവരുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവരുടെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ആ രൂപത്തിൽ പിന്നെ നല്ലൊരു മെൻറ്റർമാരായിട്ട് മാറാൻ ഇന്നത്തെ അധ്യാപകർക്കും അല്ലെങ്കിൽ പാരൻസിനും കൂടി സാധിച്ചാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാവുന്നതാണ്. ഓക്കെ, ലോകം ഈ ഒരു അതിവേഗം മാറുന്നു എന്ന് പറയുന്ന സമയത്തും ഈ എല്ലാ മാറ്റങ്ങളുടെയും സെൻറ്ററിൽ മനുഷ്യനാണുള്ളത്. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സോഷ്യൽ ബീയിങ് മാത്രമല്ല, ഓരോ ഇൻഡിവിജ്വലായിട്ട് തീരുമാനമെടുക്കാനും ഒരു മോറൽ ഏജൻസിയുള്ള വ്യക്തികളാണ് ഓരോരുത്തരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കുക, എപ്പോഴും പ്ലഷറിനപ്പുറം ഹാപ്പിനെസ് തിരഞ്ഞെടുക്കുക. നമുക്കറിയാം, പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനാണ്, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പ്ലഷർ. എന്നാൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ആണ്, അത് നമ്മളെ ഇൻറ്റേർണലായിട്ട് വരുന്നതാണ്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു പർപ്പസ് ഉണ്ടാകുന്ന സമയത്ത്, നമുക്കൊരു പിന്നെ ഒരു ലക്ഷ്യം ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ പ്ലഷറിനെയും ഹാപ്പിനെസ്സിനെയും വേർതിരിച്ചറിയാനും എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യാനും നാം ശ്രമിക്കുന്ന സമയത്ത്
നമുക്ക് ഈ ഇല്യൂഷൻസിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ ഏറ്റവും പർപ്പസ്ഫുള്ളും മീനിങ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് പിന്നെ റിയലൈസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് നിർത്തുന്നു.